മോർണിംഗ്. Yes. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ അതിനകത്ത് നിങ്ങളിന്ന് പ്രസന്റേഷനകത്ത്? രണ്ടുപേര് സൈൻ ബോർഡ് ഡിറ്റക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ, സൂര്യ, ശ്രീരാഗ് ആൻഡ് രശ്മി. ദെൻ നമ്പർ ബൈ റെക്കഗ്നിഷൻ ഉണ്ട്. സോ 1, 2, 3, 4 4 യൂസ് കേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അധികം സമയം എടുക്കില്ല. അതിനുശേഷം മേ ബി വി ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ റിമൈനിങ് ക്ലാസ്. ബാക്കി ഏതെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടായിരുന്നോ? മാസ് ഡിറ്റക്ഷൻ ചെയ്തിട്ടുണ്ട്. യെസ്. ആർക്കായിരുന്നു? മനു മാത്രമേ ഉള്ളൂ? ഡീസലായിട്ടാണ് ചെയ്തേ? ഓക്കെ. വേറെ ഏതെങ്കിലും യൂസ് കേസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഐ മീൻ ഇതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാത്തതാണെങ്കിലും ഇറ്റ്സ് ഫൈൻ. നമ്മളെ പിന്നെ അതിനത്ര നമ്മൾ എന്താണ് അജൈൽ മെത്തഡോളജി ഒന്നും അങ്ങനെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായില്ല, ചെറിയ പ്രൊജക്ട് ആയതുകൊണ്ട്. ഓക്കെ, കൂൾ. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് വൺസ് ദിസ് ഇസ് ഓവർ നമുക്ക് ഏതാണ് ഡാറ്റ ഡോക്യുമെന്റേഷനും ഡ്രോപ്പ് കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ നോക്കാം. സോ ഇന്നലെ അക്യുറസി കുറഞ്ഞ ഇഷ്യൂ എന്തായിരുന്നു അറിയാമോ? നമ്മളൊരു ഫ്ലാറ്റൻ ചെയ്തിട്ട് ഫുള്ളി കണക്റ്റഡ് ലെയറിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ വല്ലാണ്ട് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഒരു 128 വരെ ഒരു 512 എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇമേജ് ടു സ്പീച്ച് കൺവേർഷൻ. ഹലോ സാറ്. സാറേ സൈൻ ബോർഡിന്റെയാണ്, സൈൻ കറക്റ്റ് സൈൻ ബോർഡ് അല്ല, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ശരി, ഫൈൻ. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്താണ്. ഓക്കെ, അത് വേറൊരു ഇഷ്യൂ ആയിരുന്നു. ഞാനത് സോൾവ് ചെയ്തിട്ട് ഞാൻ ആ നോട്ട്ബുക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കണേ. ഏതാണ് ഞാൻ പറയുന്ന ലാൻഡ്സ്കേപ്പിന്റെ ആണ്. അതുപോലെ മറ്റേതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് വി ഫേസ്ഡ് ആൻ ഓവർഫിറ്റിംഗ് ഇഷ്യൂ അല്ലേ. അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതും ആ ഒരു ഡോക്യുമെന്റ് നോട്ട്ബുക്കിലുണ്ട്. സോ വി വിൽ സീ ദാറ്റ് ആഫ്റ്റർ ദിസ് ടേൺ. ഓക്കെ, സോ മേ ബി ലെറ്റ് സ്റ്റാർട്ട്. ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ? ദെൻ ഇറ്റ്സ് ഫൈൻ. We have 1, 2, 3. We have 4 projects and 5 presentation. I think Reshmi Sriram paranansarichu that is something else. So we have 5 presentation. So if anyone is taking or being volunteered, then it's fine.ല്ലെങ്കിൽ നമുക്ക് മോഡൽ തന്നെ പോവാം. സൈൻ ബോർഡ് റെക്കഗ്നിഷൻ ലൈക്ക് ദിസ്. സോ എങ്ങനെയാണ്? ഹലോ. യെസ്. അത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് അന്നത്തെ നമ്മൾ ML ചെയ്ത പോലത്തെ ഒരു പ്യുവർ പ്രസന്റേഷൻ ആയിട്ട് നോക്കണ്ട. ഇറ്റ്സ് മോർ ഓഫ് എ ലേണിംഗ് കർവ് കറക്ഷൻ എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. ഓക്കെ സാർ, ഞാൻ ഇതിപ്പോ ഫോണിലോ ലാപ്ടോപ്പിലൊന്ന് കണക്ട് ചെയ്യട്ടെ. ശരി, ഓക്കെ. അങ്ങനെയാണ് നമുക്ക് അടുത്ത് വേറെ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ വിൽ ബി ഫൈൻ. What do you say? ഹലോ സാർ. ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യാം. അല്ല എന്തോ വളരെ നോയ്സ് ഉണ്ട്. ആരുടെ അടുത്തുനിന്നാണത്? So who can start? Sorry,
ഹലോ യെസ്. സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഐശ്വര്യയാണ്. ഓക്കെ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, സ്ക്രീൻ ഡ്രോപ്പ് ചെയ്യാം. നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ആണ് അല്ലേ? യെസ്, വെരി ഗുഡ്. സ്ക്രീൻ വിസിബിൾ ആണോ അപ്പോൾ? യെസ്. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ആയിരുന്നു. അപ്പോൾ എന്താ വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ നമ്പർ പ്ലേറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് അത് RTO സൈറ്റ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഓണറിന്റെ ഡീറ്റെയിൽസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുക്കലായിരുന്നു പ്രോജക്റ്റ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡിറ്റക്ഷൻ വരെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി അത് പറയാം. ഇപ്പോൾ ആദ്യമേ ഇമ്പോർട്ട് ചെയ്തു, പിന്നെ കാസ്കേഡ് ഇന്ത്യൻ ലൈസൻസ് പ്ലേറ്റിന്റെ കാസ്കേഡ് ലോഡ് ചെയ്തു. സോ അത് അങ്ങനെ ഒരു കാസ്കേഡ് ഫയൽ ഉണ്ടോ, അതോ യു ക്രിയേറ്റഡ് ഇറ്റ്? ഇല്ല, ക്രിയേറ്റ് ചെയ്തതല്ല, അവൈലബിൾ ആയിരുന്നു. ഗിറ്റ് ഹബിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ കോർഡിനേറ്റ്സ് എടുത്തു. അതിൽ നിന്ന് നമ്മള് പെർട്ടിക്കുലർ അതിന്റെ കോർഡിനേറ്റ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് എടുത്തത്? കാസ്കേഡ് ഫയലിൽ നിന്ന് കിട്ടുന്നതാണല്ലേ? അതെ, അറേഞ്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ അത് നമ്മൾ ത്രഷോൾഡിങ് ചെയ്തു. ഇതിലിപ്പോ എന്താ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഈ മോർഫോളജി പാരാമീറ്റർ നമ്മൾ എല്ലാ ഇമേജസിനും കിട്ടുന്നില്ല, ഓരോ ഇമേജസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എംപിരിക്കലായിട്ട് കണ്ടുപിടിച്ചതാണ് ഈ മോർഫോളജി പാർട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ നമ്പർ പ്ലേറ്റ് റീജിയൻ ക്രോപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി. ഇപ്പൊ ആദ്യം ഞങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ ഈ 5 എന്നുള്ള പോർഷൻ S ആയിട്ടായിരുന്നു ഡിറ്റക്ട് ചെയ്തത്. പിന്നെ കൂടുതൽ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ട്രയൽ ആൻഡ് എറർ ത്രൂ നമുക്കത് പിന്നെ ക്ലിയർ ആയി 5 ആയിട്ട് വന്നു. അങ്ങനെ അത് ഡിറ്റക്ട് ചെയ്തു. പിന്നെ അത് നമ്മൾ RTO ആയിട്ട് സൈറ്റിൽ കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ക്യാപ്ച എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഓപ്പറേഷൻസ് ലൈക്ക് സമ്മേഷൻ അതൊക്കെയാണ് വരുന്നത്, പക്ഷെ എല്ലാതും നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പോ ഒരു സമയത്ത് ഓപ്പറേഷൻസ് ആണെങ്കിൽ ചില സമയത്ത് ലൈക്ക് വിച്ച് ഇസ് ഗ്രേറ്റർ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അത് ഇവിടെ അതിനനുസരിച്ച് ചെയ്യാനുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോ അതത്ര ഒരു നമ്മുടെ ഒരു ഏരിയ അല്ലല്ലോ. ബട്ട് ഈ ഒരു എക്സ്ട്രാക്ഷന്റെ ഒരു കോൺഫിഡൻസ് എത്രയാണ്? ഇപ്പോൾ ജസ്റ്റ് ഒരു ഇമേജിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെന്നല്ലേ ഉള്ളൂ. അതെ, ഇതാ ഇവിടെ What if I tried with some another example? I mean some another image. അതിന്റെ ഞങ്ങൾ ഓരോ ഇമേജസിനും മാറി നോക്കിയിട്ടില്ല. വേറെ ഒരെണ്ണം കൊടുത്തപ്പോൾ ഈ മോർഫോളജി മാറ്റി നോക്കിയപ്പോഴാണ് കിട്ടി. അതിന്റെ കോൺഫിഡൻസ് സ്കോർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ത്രെഷോൾഡിങ് മാറ്റി കൊടുക്കുന്ന അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഓരോ ഇമേജസ് എടുക്കുമ്പോഴും ഇവിടെ കുറച്ച് പാരാമീറ്റേഴ്സ് മാറ്റി കൊടുക്കണമായിരുന്നു. അല്ല, see if that's the case എന്താണ് this cannot be a solution അല്ലേ? അതെ, നമ്മള് കുറെ ഇമേജസ് എടുത്ത് മാനുവലി പ്രോഗ്രാം മാറ്റി എഴുതണമെങ്കിൽ ഈ നമ്പർ ടൈപ്പ് ചെയ്തിരുത്താം. അതെ അതെ അതിനും ട്രൈ ചെയ്യാണ്ട് ഇമേജസ് കൂടുതൽ ഇട്ടിട്ട് നമുക്ക് ചെയ്ത് നോക്കാനുണ്ട്. ഓക്കെ, സോ ആ ഫംഗ്ഷനാലിറ്റി ഓക്കെ ദാറ്റ്സ് ഫൈൻ. അപ്പൊ അതാണ് ഇതിന്റെ ഇപ്പൊ ഇതിൽ കണ്ട ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് അതാണ്. സി നമ്മള് ഇമേജ് ലെവൽ കസ്റ്റമൈസേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് എ ജനറിക് സൊല്യൂഷൻ. സോ ദാറ്റ് കാൻ ബി എ ജനറിക് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ OCR സൊല്യൂഷൻസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത് ടൈം സേവിംഗ് ആണ്. അത് ഇവിടെ നടക്കില്ല. നമ്മൾ കൂടുതൽ ട്രൈ ഔട്ട് ചെയ്യണം. അതെ, എക്സാക്ട്ലി. സോ ദാറ്റ്സ് എ ലിമിറ്റേഷൻ ദാറ്റ് ഐ ആം സീയിങ് റൈറ്റ് നൗ. പിന്നെ ആ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. ഇപ്പം ത്രെഷോൾഡിങ്ങിന്റെ കാര്യം പറഞ്ഞു, മോർഫോളജിയുടെ കാര്യം പറഞ്ഞു. സോ വാട്ട് ഈസ് മോർഫോളജി? നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടില്ല ആ ഫംഗ്ഷൻസ്. സോ ഇഫ് യു ക്യാൻ എലാബറേറ്റ് ഓൺ ദോസ് ഫംഗ്ഷൻസ്, ബാക്കിയുള്ളവർക്ക് കൂടെ അത്. മോർഫോളജി ഞങ്ങൾ ശരിക്കും എംപിരിക്കലായി ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ കുറെ കോഡ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വന്നതാണ്. നമ്മൾ ഈ ഗ്രാഡിയന്റ് ഒക്കെ കൊടുക്കില്ല, അതുപോലത്തെ ഒരു ഫംഗ്ഷൻ ആണ്. കൂടുതൽ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അത്ര അറിയില്ല. അതിന്റെ ഒന്ന് ഹെൽപ്പ് ഒന്ന് എടുത്ത് നോക്കൂ. ഈ മോർഫോളജി EX എന്നുള്ളത് മോർഫോളജിയുടെ തന്നെ പല വേരിയേഷൻസിലോട്ടാണോ? എന്തോ CV ഡോട്ട് വേണ്ടി വരും.
It's not morphology. Morphology, yes. താഴത്തെ ഫംഗ്ഷനെയും കോപ്പി ചെയ്താൽ മതി, കൺഫ്യൂഷൻ ആക്കണ്ട. എന്താണ് ശരിക്കും ഇറോഷൻ ആൻഡ് ഡൈലേഷൻ ഒക്കെ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. Okay, advanced morphological transformation using an erosion and dilation as basic. So it's a combination of operations, അല്ലേ? Okay, fine, cool. അപ്പൊ അതിലെ ആ പാരാമീറ്റേഴ്സ് എന്താണ് എന്നൊക്കെ ഉള്ളതനുസരിച്ച് മേ ബി ദ റിസൾട്ട് വിൽ ചേഞ്ച്. അപ്പൊ ജനറിക് ആയിട്ടുള്ള ഒരു യൂസ് കേസ് എന്താണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. വേറെ ഏതെങ്കിലും ഇമേജ് ട്രൈ നോക്കിയിരുന്നോ? ഇപ്പൊ ഈ കണ്ട ഒരു ഇമേജ് അല്ലാതെ വേറെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിരുന്നു ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഡിറ്റക്ട് ചെയ്യാൻ നമ്പർ പ്ലേറ്റ് അതുപോലെ നമ്മൾ ഓരോ വേരിയേഷൻ കൊടുക്കുമ്പോഴാണ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ പെർട്ടിക്കുലർ കോഡിൽ റൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടായിരുന്നു അതിൽ. അപ്പൊ മോർഫോളജി പാരാമീറ്റേഴ്സിൽ വേരിയേഷൻ ചെയ്യുമ്പോഴാണ് അതിന്റെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുപോലെ ഓക്കെ, ദിസ് ഇസ് ഫൈൻ. പക്ഷെ ഞാൻ പറഞ്ഞ ഇഷ്യൂ ഉണ്ട്, യു ഹാവ് ടു കറക്റ്റ് ദാറ്റ്. പിന്നെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി ചെയ്യാൻ പറ്റുന്ന യു ക്യാൻ ആഡ് എ റെഗുലർ റിജക്ട് ചെക്കർ. കാരണം സിൻസ് ഇറ്റ്സ് എ ഇന്ത്യൻ നമ്പർ പ്ലേറ്റ് ആയതുകൊണ്ട് ആ നമ്പേഴ്സിന്റെ ഒരു ഇതുണ്ടാവും, ഒരു പാറ്റേൺ ഉണ്ടാവും. ലൈക്ക് ഇനീഷ്യൽ 2 letters വിൽ ബി ആദ്യത്തെ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയിരിക്കും. പിന്നെ എന്ന് പറയുന്നത് വിൽ ബി ദ ഡിജിറ്റ്സ്. പിന്നത്തെ പക്ഷെ അവിടെ ഉണ്ട് 1 or 2 ആണ്. ഇപ്പം ഇതിപ്പോ ഇ എന്നാണ്. ഇനിയിപ്പോ സീരീസ് സെഡ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡബിൾ എ. സോ അവിടെ 2 ഡിജിറ്റ് വരാം, 2 ലെറ്റർ വരാം. അപ് ടു 4 letters ആണ് അവസാനത്തെ ഡിജിറ്റ് വരാം. ഇറ്റ് ക്യാൻ ബി 1 or 9999 അല്ലെ? ആ വേരിയേഷൻസിനകത്തുള്ള ഏത് നമ്പർ വേണമെങ്കിലും വരാം. അപ്പൊ ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ലൈക്ക് 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആൻ ആക്സിഡന്റ് എറർ. 10,000 എന്ന് പറഞ്ഞ ഒരു നമ്പർ പ്ലേറ്റിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു റിജക്ട്സും കൂടെ വേണമെങ്കിൽ കൊണ്ടുവരാം ടു ഗെറ്റ് എ ബെറ്റർ കോൺഫിഡൻസ്. ഓക്കെ, ദിസ് ഇസ് ഫൈൻ. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്കറിയില്ല ഇതിന്റെ എന്തെങ്കിലും ആപ്ലിക്കബിലിറ്റി വരുമോ എന്നുള്ളത്. ബിക്കോസ് യു ഹാവ് ടു മേക്ക് ഇറ്റ് ആസ് എ ജനറിക് സൊല്യൂഷൻ. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് എക്സ്ട്രാക്ഷൻ പാർട്ട് ഇസ് റിയലി ഗുഡ്. പക്ഷെ ഞാൻ പറഞ്ഞ ജനറിക് നേച്ചറും കൂടെ എന്ന് കൊണ്ടുവരണം. ഇതിപ്പോ നമുക്ക് ഫിഫ കാർഡ് ചെയ്ത പോലെ ഒരു ഫോൾഡ് മൊത്തം അങ്ങനെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആക്ച്വലി അങ്ങനെ ചെയ്യണം. യെസ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ബാക്കി ഹലോ, ഈ നമ്പർ പ്ലേറ്റിന്റെ XML ഫയൽ ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രോണ്ടൽ ഇമേജിന് മാത്രം ഡിറ്റക്ട് ചെയ്യുന്നതാണോ അതോ എങ്ങനെയായിരുന്നു? അത് ഇപ്പൊ അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് കാസ്കേഡ് ഫയലിന്റെ ആണോ? ഈ കാസ്കേഡിന്റെ അതങ്ങനെ നമ്മൾ അത് എന്താന്നുള്ളത് എനിക്ക് കിട്ടില്ല. അപ്പൊ രണ്ടും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളിപ്പോ ബാക്ക് പാർട്ട് മാത്രം ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ചെയ്ത വെഹിക്കിൾസ് 2 ഞങ്ങൾ ഇങ്ങനെ ബാക്ക് സൈഡ് ഇമേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ റെപ്പോസിറ്ററിയിലെ ഹാർ ഫയൽ ഡൗൺലോഡ് ചെയ്ത റെപ്പോസിറ്ററിയിലെ അതിന്റെ റീഡ്മി ഫയലിൽ പറഞ്ഞിട്ടുണ്ടാവും ഏതൊക്കെ ടൈപ്പ് ഓഫ് നമ്പർ പ്ലേറ്റ്സ് ആണ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് എന്ന്. കാരണം എന്താണെന്നറിയാമോ? ഇപ്പം നിങ്ങൾ ഇപ്പം സൈഡ് ഇപ്പൊ ചോദിച്ച സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വുഡ്ന്റ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. 2 ലൈൻ ആയിട്ടായിരിക്കും നമ്പർ എഴുതുക. ദാറ്റ് ക്യാൻ ബി വൺ പോസിബിലിറ്റി. പിന്നെ ഇപ്പൊ നമ്മൾ ബൈക്ക് 2 വീലേഴ്സ് ആണെങ്കിൽ 2 വീലേഴ്സിന്റെ ബാക്കിൽ നിന്ന് എടുത്താലും 2 ലൈൻ ആയിട്ടായിരിക്കും നമ്പർ എഴുതുക. പിന്നെ വേറെ കാര്യമുണ്ട്. പിന്നെ ഈ വെഹിക്കിൾസിന് 2 കാറ്റഗറി ഉണ്ട്. എന്താണ്? പ്രൈവറ്റ് വെഹിക്കിളും പബ്ലിക് സെക്ടർ വെഹിക്കിൾസും ഉണ്ട്. അപ്പൊ പബ്ലിക് സെക്ടർ വെഹിക്കിൾസിൽ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളറിലാണ് നമ്പേഴ്സ് എഴുതുന്നത്. ഹലോ, യെല്ലോ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്പർ എഴുതുന്നത്. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് ഓൺഡ് വെഹിക്കിൾസ് ആണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പം ആ ബാക്ക്ഗ്രൗണ്ടിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിപ്പോ അതായത് ഞാൻ പറയുന്നതാണ്, ഒരു ഇമേജ് എടുത്തിട്ട് ചെയ്തിട്ട് ദിസ് ഇസ് വാട്ട് ഇപ്പൊ സംഭവിക്കുന്ന ഇഷ്യൂ എന്താണ് ശരിക്കും നമ്മുടെ മെഷീൻ ലേണിംഗ് ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ഫോർ എവറി ഇമേജ് വി വാണ്ട് ടു ചേഞ്ച് ദ കോഡ്. സോ ഇപ്പൊ ഒരു ഇമേജിലേക്ക് നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇറ്റ്സ് ആക്ച്വലി ഓവർ ഫിറ്റിംഗ്. കാരണം യു ആർ ട്രെയിനിങ് ഫോർ എന്താ യു ആർ too much of tweaking for getting answer for single image. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ട്വീക്കിംഗ് എല്ലാം മറ്റൊരു ഇമേജ് വരുമ്പോൾ നമുക്ക് ബാക്ക് ഫയർ ചെയ്യും. കാരണം മനസ്സിലായോ?
മനസ്സിലായി. ഷുഡ് ബി എ വെരി ജനറിക് കോമ്പിനേഷൻ. ഓക്കെ. അല്ല ഇതിന്റെ ഇത് കണ്ട ഒന്നും മനസ്സിലാവില്ല ഐശ്വര്യ. ഇതിന്റെ ഞാൻ പറഞ്ഞ മനസ്സിലായി. റീഡ് മീ ഫയൽ ഇല്ല. അപ്പൊ ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? ഏതെങ്കിലും ഫംഗ്ഷനാലിറ്റി, ആകെ ഒരു മോർഫോളജി ഫംഗ്ഷൻ മാത്രമേ എക്സ്ട്രാ വന്നിട്ടുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ജനറലി എന്തെങ്കിലും ഇപ്പം എവിടുന്നാണ് ഫയൽ കിട്ടിയത് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ യു ക്യാൻ ആസ്ക്. ദിസ് ഇസ് നോട്ട് എ റിവ്യൂ സെഷൻ ഫോർ എവരിവൺ. ദിസ് ഇസ് മോർ ഓഫ് എ നോളജ് ഷെയറിംഗ് സെഷൻ. അപ്പം അതുകൊണ്ടാണ് എന്ത് ക്വസ്റ്റ്യൻസും ഡൗട്ട്സും എന്തുണ്ടെങ്കിലും യു ക്യാൻ ഫ്രീലി ആസ്ക്. ഇതിൽ റഷ്യൻ പ്ലേറ്റ് ചെയ്തപ്പോഴും കിട്ടി, പക്ഷെ അതിനൊരു എസ് F5 എന്നുള്ളത് എസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് അതില്. മൗലി സർ റഷ്യൻ നമ്പർ പ്ലേറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് വെച്ച് ചെയ്തപ്പോ ഈ 5 എന്നുള്ളത് എസ് ആയിട്ടാണ് ഡിറ്റക്ട് ചെയ്തത്. മൗലി സാർ എന്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടില്ല, സോറി. മൗലി സാറിന്റെ ക്ലാസ്സിൽ റഷ്യൻ നമ്പർ പ്ലേറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കേ. കാസ്കേഡിന്റെ റഷ്യൻ നമ്പർ പ്ലേറ്റിന്റെ ഹാഫ് ഫയൽ ആണോ? സി ഒബ്വിയസ്ലി. അപ്പൊ അവിടെ വ്യത്യാസം, അവിടെ ഇന്ത്യൻ നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലോബലി ജനറൽ ആയിട്ട് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. സോ ഇറ്റ്സ് മോർ ഓഫ് എ നാഷണൽ ലെവലാണ് വരുന്നത്. യു എയുടെ ഒക്കെ നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ഫ്രം ഇന്ത്യൻ നമ്പർ പ്ലേറ്റ്. ഒരുപാട് ലെറ്റേഴ്സ് വരും. That is something else. ഇത് GitHub ന്ന് കിട്ടിയതാ അപ്പോൾ നമ്പർ പ്ലേറ്റ് ഹാക്കാസ്കി. Okay, this is fine. So അങ്ങനെയാണെങ്കിൽ if no more questions pending, let's move to the next one. ഹലോ സർ. Yes. ഇതാണ് സൈൻ ബോർഡ് റെക്കഗ്നീഷൻ. Yes, തീർച്ചയായും. ഹലോ, സ്ക്രീൻ ഷെയർ ആയിട്ടില്ല. ഓക്കെ. ഹലോ സാർ, ഇതിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇപ്പം ഇമേജിൽ നിന്നൊരു ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഈ സൗണ്ട് ഫോർമാറ്റിലാക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് സൗണ്ട് ഫോർമാറ്റ്. അപ്പം ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഇമേജസ് എന്ന് പറയുന്ന കുറച്ച് സൈൻ ബോർഡ്സ് ആണ്. അത് വേറെ വേറെ ലാംഗ്വേജസുകളാണ്, ഡിഫറെന്റ് ലാംഗ്വേജസ് ആണ്. മറ്റേത് OCR വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ഗൂഗിൾ API ഉണ്ട്. പിന്നെ സ്പീച്ചിലോട്ടാണ്. അപ്പം കോഡ് ഇത്ര ഉള്ളൂ, കുറച്ച് കോഡേ ഉള്ളൂ. ഓക്കെ. അത് നമ്മൾ കുറച്ച് മോഡ്യൂൾസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തേർഡ് മോഡ്യൂൾ ഏതാണ്? എന്താണ് എഴുതിയിരിക്കുന്നത്? PyTTX സ്പീച്ചിനുള്ളതാണ്. അത് ഓഡിയോയിലോട്ട് മാറ്റാനുള്ളതാണ്. ഓക്കെ. ഓഡിയോയിലോട്ടുള്ള ആ ഒരു മോഡ്യൂളാണ്. ഓക്കെ. ഞാൻ ഡേറ്റ ഉണ്ട്. യെസ്. ഇതാണ് നോട്ട്ബുക്ക് തന്നെയാണ് കാണാം. ഓക്കെ, ഫൈൻ. ഒരു ഇമേജസ്. അത് വരെ പല പല ലാംഗ്വേജസ് ആണ്, പല പല ഡിഫറെന്റ് കൺട്രീസിലുള്ളതാണ്. ഇതെന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ സൈൻ ബോർഡാണ്. ഇതൊക്കെ ആക്ച്വൽ നെയിം ബോർഡ് തന്നെയാണോ? ഇങ്ങനെ മഞ്ഞ കളറൊക്കെ ശരിക്കും ഉള്ളതാണോ? ഞാനിത് ഗൂഗിളിൽ നിന്ന് എടുത്താ ഉള്ളതല്ലേ? ഹാൻഡ് റിട്ടൺ ഉണ്ട്, കുറച്ചുണ്ട്. അപ്പം നോട്ട്ബുക്ക് അല്ലേ കാണുന്നത്? അതെ, നോട്ട്ബുക്കാണ്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ആ ഒരു ഈ 4 എന്നുള്ളൊരു ഇമേജ് ഉണ്ട്. അതിപ്പോ ഇത് ശരിക്കും SVG എന്നൊരു ഫോർമാറ്റ് ആണ് നടക്കുന്നത്. svg.png എന്ന് പറയുന്നത്. ഓക്കെ. അത് റീഡ് ചെയ്യുന്നതിന് ശേഷം നമ്മളൊന്ന് റീസൈസ് ചെയ്യുന്നുണ്ട്. അത് ചില ഇമേജ് കാരണം ഒരു കറക്റ്റ് എക്സ്ട്രാക്ട് ആകുന്നില്ല. അപ്പൊ അതിനു വേണ്ടി റീസൈസ് നോക്കിയതാണ്. 50% ആക്കി അല്ലേ? 50% ആക്കി നോക്കി. പിന്നെ നമ്മളൊന്ന് ഇതാണ് ഇമേജ് വരുന്നത്. സോറി, ഇമേജ് നമുക്ക് കാണത്തില്ല കേട്ടോ. അത് എന്താണെന്നറിയോ? ഇപ്പൊ വന്നു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു.
അത് കഴിഞ്ഞ് ഗ്രേ സ്കെയിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതൊന്ന് കൺവേർട്ട് ചെയ്തപ്പോഴത്തേക്കും അത് ഈ എക്സ്ട്രാക്ട്, കാരണം ഇത് കറക്റ്റായിട്ട് എക്സ്ട്രാക്ട് ആയി, കുഴപ്പമില്ല. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഉണ്ട്. അതിനാണ് നമ്മൾ മറ്റേ ഗൂഗിൾ ട്രാൻസ് വെച്ച് ഉള്ളത്. ട്രാൻസ്ലേറ്റ് നമുക്കിവിടെ ടെക്സ്റ്റ് ഡീവിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഡീവിയേഷൻ തന്നെ ചെയ്യുന്നത്. ഓക്കെ. സോ ഇതിന്റെ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും അല്ലേ? ഇതിന്റെ ചെയ്യും. പിന്നെ നമ്മൾ മറ്റേ ആ ഓഡിയോടെയാണ്, അത് ഓഡിയോടെ കേൾക്കാൻ പറ്റും, പക്ഷെ ഇതിനകത്ത് കേൾക്കുമെന്ന് അറിയത്തില്ല. ഇതിലും കേട്ടായിരുന്നു? ശരിയൊന്നും കേട്ടില്ല. കേട്ടോ? എനിക്ക് കേട്ടായിരുന്നു. ഓക്കെ, ഫൈൻ. അതാണ്. അപ്പം ഇതുപോലെ വേറെ ഇമേജ് കാണിക്കാം. ഇമേജ് കാണുന്നുണ്ടോ? ഹലോ, വന്നു. അതൊരു ഹാൻഡ് റിട്ടൺ ഇമേജ് ആണ്. അത് സ്കെയിലാക്കി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചില ഇമേജ് നമുക്ക് കിട്ടത്തില്ല, ഹാൻഡ് റിട്ടണിന്റെ കിട്ടുന്നില്ലായിരുന്നു. അത് റണ്ണായിരുന്നു, പക്ഷെ അത് നമുക്ക് ഇവിടെ എക്സ്ട്രാക്ട് ആകുന്നില്ല സ്ട്രിങ്ങിനായിട്ട്. എനിക്ക് തോന്നുന്നു സൈൻ ബോർഡ്സ് ആകുമ്പോൾ ശരിക്കും നമ്മൾ ഹാൻഡ് റിട്ടൺ നോക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു അല്ലേ? ആവശ്യമില്ലെന്ന് തോന്നുന്നു. അത് ആക്ച്വലി ഇപ്പം നമ്മളൊരു പ്രോപ്പർ ആയിട്ട് ഫുൾ സൈൻ ബോർഡ് അല്ല നോക്കുന്നത്. ഇപ്പം ഈ എല്ലാ ലാംഗ്വേജ് ഇമേജ് ടു സ്പീച്ച് തന്നെയാണ്. പിന്നെ സൈൻ ബോർഡ് ഇൻപുട്ട് ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒരു കുറെ ഇമേജസ് ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് കാണിക്കാം. ഇതിനകത്തിപ്പോ ഇത്ര ഡാറ്റ സെറ്റിൽ ഇപ്പൊ ഈ ഒരു ഇമേജ് ഇത് കറക്റ്റ് കിട്ടത്തില്ല, ഇതിന്റെ കളർ ആവണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതുപോലെ ഇത് വേറെ, ഇതെല്ലാം ഓരോ ലാംഗ്വേജ് ആണ്. പിന്നെ ഇത് കിട്ടുന്നുണ്ട്, ഈ 40 എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര എക്സ്ട്രാക്ട് ആവും. ഫുൾ എക്സ്ട്രാക്ട് ആണല്ലോ. ഫുൾ എക്സ്ട്രാക്ട് ആണ്. ഓക്കെ, ആക്ച്വലി ദിസ് ഇസ് റിയലി ഫൈൻ. കാരണം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അല്ലെ? അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഓൾറെഡി ഗൂഗിളൊക്കെ അത് ഗൂഗിൾ ലെൻസ് വെച്ചൊക്കെ ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മള് ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇപ്പൊ ഇതില് സൈറ്റുകളിലൊക്കെ വന്നു തുടങ്ങി സാറേ. ശ്രദ്ധിച്ചിരുന്നു. ആപ്പ് അല്ലാതെ തന്നെ നമ്മൾ ഇമേജസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ സൈഡിൽ അത് വന്നിട്ട് നമ്മൾ ആ പിക്ചറിനെ വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ ഉണ്ടോ കംപ്ലീറ്റ് അതിന്റെ ഇത് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അത് തന്നെയല്ലേ? സിമിലർ. ഇതിപ്പം വേറെ എക്സ്ട്രാക്ട് ചെയ്തതാണ്. ഇങ്ങനെയാണ് കിട്ടി. നമ്മള് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഇത് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. 2 വേർഡ്. അത് സെക്ഷൻ ലൈൻ, സെക്ഷൻ പ്രഷർ. പക്ഷെ രണ്ടെണ്ണം ട്രാൻസ്ലേറ്റ് ആയിട്ടില്ല. ഇങ്ങനെ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ മേ ബി ഇതിനേക്കാളും നല്ല APIs ഉണ്ടാവും ചിലപ്പോ. ഗൂഗിളിന്റെ തന്നെ സ്പീച്ച് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു, അത് സ്പീച്ച് ടു ടെക്സ്റ്റ് ആണ്, അല്ല ടെക്സ്റ്റ് ടു സ്പീച്ചും ഉണ്ട്. തന്നെ ട്രാൻസ്ലേറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ? പിന്നെ ദാറ്റ് സീംസ് എ ലെസ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പ്രതീക്ഷിക്കണ്ട എവിടെ നിന്നും കിട്ടുമെന്ന്. ആക്ച്വലി എല്ലായിട്ട് ചെയ്തിട്ടില്ല, ഇത്ര ചെയ്തിട്ടുള്ളൂ. എല്ലാം ഇതിപ്പോ ഉള്ള ഇതിനെ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. എക്സ്ട്രാക്ഷൻ ഒന്നും വരുന്നില്ല. അപ്പൊ ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രീ പ്രോസസിംഗ് സൈറ്റിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിതൊരു ആപ്ലിക്കേഷൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടായിരിക്കും തരുന്നത് അല്ലെ? അങ്ങനെ അവിടെ there will be backgrounds. അപ്പം നമുക്ക് ആ ഒരു ഇമേജിൽ നിന്ന് നമ്പർ പ്ലേറ്റ് അല്ല, സൈൻ ബോർഡിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ എഡ്ജസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ നമ്മൾ എടുത്ത ശ്രീരാഗ് എടുത്ത ഇമേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും സൈൻ ബോർഡ്സ് മാത്രമുള്ള ഇമേജസ് ആണ് അല്ലെ? വെൽ ഡിഫൈൻഡ് ഇമേജ് ആണ്. ഡിഫൈൻഡ് ആയിരിക്കത്തില്ല ഒരു ഒരു യൂസറിനോട് നമ്മൾ പറയുമ്പോൾ കിട്ടുന്നത്. അതിപ്പോ ട്രാഫിക് സൈൻ ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു ഇതായിരിക്കുമല്ലോ, ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഇത് കാണുമായിരിക്കുമല്ലോ. അതുകൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സൊല്യൂഷൻ ആക്കി എടുക്കാൻ പറ്റും നമുക്ക്.
പിന്നെ ആ കൺവേർഷനകത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ അത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അല്ലേ, കാരണം ഗൂഗിളിന്റെ API നമ്മൾ നേരിട്ട് വിളിക്കാണ്, നമുക്ക് വലിയൊരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഇല്ലല്ലോ. ഇല്ല ട്രാൻസ്ലേഷൻ വരുന്നില്ല. അപ്പൊ ആ പ്രീ പ്രോസസ്സിംഗ് പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന ആ ഇമേജ് പ്രോസസ്സിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗ്രേ സ്കെയിൽ ആക്കി അങ്ങനത്തെ പല പല കോമ്പിനേഷൻസ് ഒന്ന് ട്രൈ ചെയ്ത് ഏതാണോ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനകത്തൊന്ന് ചെയ്യാൻ പറ്റും. ചില ഇമേജ് ഇപ്പൊ ഗ്രേ സ്കെയിൽ ആക്കിയില്ല നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ആകത്തില്ല. ഓക്കെ, ദിസ് ഇസ് ഫൈൻ. വേറെന്തോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇതില് നമുക്ക് പരിചയമില്ലാത്ത ഫങ്ഷൻസ് ഒന്നും ഇതിനകത്തില്ല. സ്പീച്ചിന്റെ ആ പാർട്ട് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ആക്ച്വലി നോട്ട് ആൻ OCR പാർട്ട്. അതൊരു നമ്മളൊരു സർവീസ് ആണ് അവൈൽ ചെയ്യുന്നത്. അവിടെ എന്താണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള പോലും നമ്മൾ ശരിക്കും അറിയേണ്ട ആവശ്യമില്ല. സോ ഇവൻ ദോ ഇറ്റ്സ് ക്യാൻ ബി എ ഡീപ് ലേണിംഗ് മോഡൽ റണ്ണിങ് ഇൻ ദ ഗൂഗിൾ സർവർ, പക്ഷെ നമ്മൾ വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. നമ്മൾ ജസ്റ്റ് API വിളിക്കുകയാണ് ചെയ്യുന്നത്. Okay. So ഉണ്ടോ എന്തെങ്കിലും? If you have any questions, please shoot. ക്ലിയർ ആണോ? ഫൈൻ ആണോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് വൺ. So okay Sridhar, so it's actually ഇതിനൊരു എന്താ പറയുക പ്രാക്ടിക്കൽ യൂസ് കേസ് ആണ് ശരിക്കും. ഇഫ് യു ആർ ഡെവലപ്പിംഗ് ഇറ്റ്, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ എന്താണ് വാല്യൂ ഉള്ള ഒരു സൊല്യൂഷൻ ആണ്. യെസ്. സോ വേറെ അപ്പോൾ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. രാഹുൽ, ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂ ഉണ്ട്. We can't hear you. ഹലോ. സർ ഇത് തന്നെ ചെയ്തിരിക്കുന്നത്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, സെയിം തിങ് ആണ് ചെയ്തിരിക്കുന്നത് സാർ, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അല്ല, ഇമേജ് ലെവലിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ലൈക്ക് ഇമേജ് പ്രോസസ്സിംഗ്? ഇല്ല, പ്രോസസിംഗും ഇതേ തന്നെയാണ്. ഇമേജ് ടു സ്ട്രിംഗ് കൺവേർട്ട് ചെയ്തിരിക്കുക, മലയാളം ബോർഡാണ് ഉപയോഗിച്ചതെന്ന് മാത്രം. എന്നിട്ട് കിട്ടിയോ? ഫുള്ളായിട്ട് കിട്ടിയില്ല, എന്നാലും കുറച്ച് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ ഫൈൻ. ക്യാൻ യു ജസ്റ്റ് അതൊന്ന് കാണിക്കോ? മലയാളം ആവുമ്പോൾ സീംസ് ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? ഓക്കെ സാർ, ഒരു മിനിറ്റ് സാർ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഹലോ സാർ, ഇതാ കൊടുത്ത ഈ ഇമേജ് ഞാൻ കൊടുത്ത ഇൻപുട്ട് ആയിട്ട്. അപ്പൊ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയാണ്, ഫുള്ളായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾക്ക് സ്റ്റിൽ ഇമേജ് ആണ് ഞാൻ കാണുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ.
എനിക്ക് ഒന്ന് ആ ഇമേജ് മാത്രം ഷെയർ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇമേജ് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്? യെസ്. ഹജ്ജ് സെറ്റ് ടു ഹാവ് പ്രിപ്പയർഡ് ഓൾ സോഷ്യൽ ഗ്യാദറിംഗ്. ഓക്കെ. അല്ല, ഇതിന്റെ മലയാളം ടെക്സ്റ്റ് ഉണ്ടോ എക്സ്ട്രാക്ട് ചെയ്തത് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ളത്? ആ പ്രിന്റ് ജി ഉണ്ടല്ലോ, ആദ്യത്തെ പ്രിന്റ് ജി എന്താണ്? എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ഹജ്ജ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഹലോ സർ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി കൊള്ളാല്ലേ, ഇത്രയും മലയാളം കറക്റ്റ് ആയിട്ട് എടുക്കും അല്ലേ? അപ്പൊ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരുന്നു അറിയാമോ? ഇത് കണ്ടോ, താഴത്തെ ന്യൂസ് ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. എന്തോ കമ്മിറ്റി ചെയർമാൻ അറിയിച്ചു എറണാകുളം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകളടക്കം. അതൊരു വേറെ ന്യൂസ് അല്ലേ, താഴെ കൂടെ പോയ സ്ക്രോൾ ന്യൂസ് ആണ്. അപ്പം ആ ഹെഡിങ് ഏരിയ വേണമെങ്കിൽ ഒന്ന് ലിമിറ്റ് ചെയ്യായിരുന്നു. അതായത് ആ ഒരു റെക്ടാങ്കുലർ ബോക്സിനകത്ത് വന്നത് മാത്രമാണ് മെയിൻ ന്യൂസ് അല്ലേ. അപ്പം അങ്ങനെ ഒന്ന് ന്യൂസസ് ഒന്ന് ലോക്കലൈസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഹലോ കേൾക്കാം. യെസ്, ഓക്കെ. സോ ഓക്കെ, ദിസ് ഇസ് ഫൈൻ. ഇപ്പം ഇതിപ്പോ കോഡ് പ്രോഗ്രാമിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കുമല്ലോ. അങ്ങനെ നമുക്ക് അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകണമെന്നില്ല. ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് വൺ. ഇപ്പൊ പെട്ടെന്ന് കഴിയുമെന്ന് തോന്നുന്നല്ലോ, 3 എണ്ണം കഴിഞ്ഞില്ലേ? സോ who will present the next? ഹലോ, എനിവൺ? ആർക്കാണെങ്കിലും ചേട്ടോ? ഞാൻ എടുക്കാം. മനു ആണ്. ഓക്കെ, മനു. മാസ് ഡിറ്റക്ഷൻ അല്ലേ? കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്. ഇത് മറ്റേ പൈച്ചാമിന്റെ ഇതിലാണ് ചെയ്തിരിക്കുന്നത് സാറേ. ഓക്കെ. അപ്പോൾ CV2 ഇത് വെച്ചിട്ട് നമ്മൾ കാസ്കേഡ് XML എന്ന് പറഞ്ഞിട്ടൊരു XML ഫയൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു കാസ്കേഡർ ഞാനൊരു ഇത് വെച്ചിട്ടാണ് XML ഇതാകുന്നത്. അതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് അത് ഈസി ഇതായിട്ടാണ് അവർ പറയുന്നതൊക്കെ. പക്ഷെ കുറെ പ്രാവശ്യം റൺ ചെയ്യുമ്പോഴാണ് ഈ സംഭവം ശരിയാവുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ കുറെ തവണ റൺ ചെയ്തിരുന്നു, എനിക്ക് ഇപ്പോഴും ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. രാഹുലും സെയിം ഇത് ഞങ്ങൾ പണ്ട് ചെയ്തിരുന്നു. ആളുടെ കാസ്കേഡ് ഇതാണ് നമ്മളെടുത്ത് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് 2 ഫോൾഡറിൽ നമ്മൾ പോസിറ്റീവില് നമുക്ക് എന്താണോ ഡിറ്റക്ട് ചെയ്യേണ്ടത് അത് കൊടുക്കുക. നെഗറ്റീവില് മീൻസ് ആവശ്യമില്ലാത്തത് ഇപ്പൊ ഒരു കാറുകളുടെ മാത്രമാണെന്നുണ്ടെങ്കിൽ കാറുകളുടെ ഉള്ളത് P എന്നുള്ളതിൽ കൊടുക്കുക. എന്നില് കാർ അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നിട്ട് ഇതിപ്പോ ഇതിനെടുത്തിരിക്കുന്നത് 100 പോസിറ്റീവ് ഇമേജസ് 200 നെഗറ്റീവ് ഇമേജസ് ആണ് ഇതിനെടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ നെഗറ്റീവ് ഇമേജ് ആണ് കൂടുതൽ. അത് അവരുടെ ഇതിൽ അങ്ങനെ പറയുന്നുണ്ട്, കൂടുതൽ ഇതാക്കണം എന്നുള്ളത്. പിന്നെ നമ്മൾ ഇമേജിന്റെ സൈസ് കൊടുക്കുന്നതിന്റെ ഒരു ഇത് പറയുന്നുണ്ട്. അങ്ങനത്തെ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോ ക്യാമറയിൽ നിന്ന് ഇത് എടുക്കാനുള്ള ഇതാണ് ചെയ്തിരിക്കുന്നത്. CV2 ഇത് എനിക്ക് ചിലപ്പോൾ ഇത് എടുക്കുമ്പോൾ ഒരു ഇഷ്യൂസ് വരാറുണ്ട്, ചിലപ്പോൾ നേരെ വരാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിന്റെ ഒരു വിട്ട് ഹൈറ്റ് ഫ്രെയിം പെർ സെക്കൻഡ് എപ്പോഴും ഒന്ന് ഔട്ട്പുട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ പിന്നത്തെ ഇതിലേക്ക് പോകാറുള്ളൂ. അതിന്റെ ഒരു ഇതാണത്. മസ്റ്റ് അല്ല അത്, ബട്ട് സേഫ് സൈഡിനൊന്നും ഇതാക്കിയിരിക്കുന്നേ ഉള്ളൂ. ഇത് പിന്നെ അതിന്റെ വീഡിയോ റൈറ്റ് ചെയ്യാനുള്ളതാണ് ഫയല്. പിന്നെ 4cc. പിന്നെ ഇത് ഫ്രെയിം പെർ സെക്കൻഡ് ഞാൻ ഇത്തിരി കുറച്ച് കൊടുത്തിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്കൊന്നും, കുറച്ച് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് ക്ലിയർ ആവില്ല. അതുകൊണ്ട് ഞാനത് ഒരു ലെസ് വാല്യൂ കൊടുത്തിരിക്കുകയാണ്. ഇത്തിരി സ്ലോ ആയിട്ട് തന്നെ വരുള്ളൂ. ഓക്കെ. പിന്നെ ഹലോ. ഓക്കെ. പിന്നത്തെ ഉള്ളത് ജസ്റ്റ് നമ്മളൊരു ഇതിലാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് വിയർ മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാദ്യം വരും. ദെൻ ഇവിടെ നിന്നാണ് നമ്മുടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. I1 എന്നുള്ളത് നമ്മളൊരു ഇതിപ്പോ ഇത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സംഭവം
ഉള്ളിലേക്ക് പോകുന്നുണ്ടോ, എന്താണ് നടക്കണമെന്ന് അറിയില്ല പ്രോഗ്രാമിൽ നമ്മൾ ഫസ്റ്റ് റൺ ചെയ്യുമ്പോഴേ. അതുകൊണ്ട് ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ ജസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതവിടെ ഔട്ട്പുട്ട് ആയിട്ട് കാണാനുള്ള ഒരു ജസ്റ്റ് ഒരു വാല്യൂ കൊടുത്തിരിക്കുന്നതാണ് അത്. അല്ലെങ്കിൽ ഇത് കുറെ നേരം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല ഫയലില്. ആ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫേസ് കാസ്കേഡിന്റെ ഇത് XML ഫയലിന്റെ ഇത് വെച്ചിട്ടുള്ള ഇതാണ്. ഫ്രെയിം എടുക്കും, സ്കെയിൽ ഫാക്ടർ 1.3, മിനിമം നെയ്ബർഹുഡ് 10, മിനിമം സൈസ് 90. ഈ വാല്യൂസ് ചേഞ്ച് ആവുമ്പോൾ ഇതിന്റെ ഇതില് വളരെയധികം കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ട് നോക്കുമ്പോൾ. അതിന്റെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ അത് ഫേസ് എടുത്തതിന് ശേഷം ആ സ്ക്വയറിൽ വെച്ചിട്ട് ഇതാക്കുന്നു. ദെൻ അതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ വെൽക്കം ഗെറ്റ് എന്നുള്ളൊരു ഇതും പിന്നെ ഐയുടെ വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കിത് ചെയ്യുമ്പോൾ കാണാൻ പറ്റും എടുക്കുന്നുണ്ടെന്നുള്ളത്. മീൻസ് ഫയല് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അതിന്റെ ഉള്ളിലേക്ക് മാസ്ക് വരുമ്പോൾ അതൊക്കെ റൺ ആവുന്നുള്ളത് നമുക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് കീ 5000 കൊടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഒരാൾ മാസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഗേറ്റ് ഓപ്പണോ അല്ലെങ്കിൽ സംതിങ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണിത്. CV വെയിറ്റ് കീ. അപ്പോൾ ഒരു 5 സെക്കൻഡ് അവിടെ നിൽക്കുമ്പോൾ ഇൻക്രിമെന്റ് മീൻസ് ഗ്രേറ്റർ ദാൻ നോൺ സീറോ വാല്യൂ ആണെങ്കിൽ അത് ഓപ്പൺ ആവും. അത് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ. അതിന് വേണ്ടിയുള്ള ഒരു ഇതാണ്. പിന്നെ ഇത് റൈറ്റ് ചെയ്യുന്നു, മീൻസ് വീഡിയോ റിലീസ് ചെയ്യുന്നു. ഞാൻ ഇതിന്റെ വീഡിയോ കാണിക്കാം. ക്രിസ്റ്റിക്ക് ഒന്ന് ഇത് തിരിച്ചെടുക്കാൻ പറ്റുമോ? മൗസ് ഹലോ, എന്റെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് മൗസ് ഒന്ന് സ്റ്റക്ക് ആയോ എന്നൊരു ഡൗട്ട്. ഞാൻ ഒന്നുകൂടി ഇതാക്കാം. ഓക്കെ. ഹലോ സാർ, വീഡിയോ കാണുന്നുണ്ടോ? അപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? അത് മീൻസ് അത് മാറ്റിയതാണ്. ആ സമയത്തുള്ളത് പിന്നെ ഫേസിൽ ഇല്ലാത്തപ്പോ ഉണ്ടാവില്ല. മാസ്കിന്റെ കളറും ഇഷ്യൂ അല്ല എന്നുള്ളതാണ് പിന്നെ നോക്കിയപ്പോ മനസ്സിലായത്. This is fine. Yeah. Okay. അതുപോലെ ഈ കാസ്കേഡ് ഫയൽസിൽ നമ്മൾ ആ ഹാർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന നേരത്ത് ഫ്രണ്ട് ഫേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ? എങ്ങനെയാ? അതോ സൈഡ് ഫേസ് കൊടുത്തിട്ടുള്ളൂ? ഓക്കെ. മേ ബി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും അല്ല? കാരണം ഒരു സൈഡ് വ്യൂ ഈ സൈഡ് വ്യൂ ആകുമ്പോൾ നമുക്ക് അതിന്റെ സ്ട്രാപ്പ് ഉണ്ടാവുമല്ലോ, മാസ്കിന്റെ ഇയർ സ്ട്രാപ്പ് ഉണ്ടാവും. മേ ബി അതൊക്കെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, അറിയില്ല. നോട്ട് ഷുവർ. ഇല്ല, ജസ്റ്റ് മാസ്ക് മാത്രം ഇതിന്റെ മുന്നിൽ വെച്ചാൽ എടുക്കണമൊന്നുമില്ല. അത് ചെക്ക് ചെയ്തിരുന്നു. അത് ചെക്ക് ചെയ്തിരുന്നു അല്ലേ? അത് ചെക്ക് ചെയ്തിരുന്നു. ഓൺ ഫേസ് ആണെങ്കിലേ കിട്ടുള്ളൂ. ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെയർ കാസ്കേഡിൽ അവര് പറയുന്നതിന്റെ ഇതാണ് ഒരു ചെറിയൊരു ഇതായിട്ട് തോന്നുന്നത്. ഞാനിപ്പോഴും അത് പലതും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോഴും കറക്റ്റ് കിട്ടിയിട്ടില്ല. ഇത് ഞാൻ സ്റ്റാഫിന്റെ എടുത്തതാണ്. വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്നത് നമുക്ക് എന്താണോ ഡിറ്റക്ട് ചെയ്യേണ്ടത് അത് പോസിറ്റീവില് കൊടുക്കുക P എന്നുള്ളത്. പിന്നെ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഒരിക്കലും നെഗറ്റീവിന്റെ ഫോൾഡറിൽ വരരുതെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഈ കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഫേസ് വിത്ത് മാസ്ക് ആണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഫേസ് വിത്ത് മാസ്ക് പോസിറ്റീവിലും കൊടുത്തു, വേറെ കുറെ പിക്ചേഴ്സ് ആണ് നെഗറ്റീവിൽ കൊടുത്തത് ഫേസ് ഇല്ലാതെ. പക്ഷെ അതൊന്നും കറക്റ്റ് ആയിട്ട് എടുക്കുന്നില്ല. ചിലപ്പോഴൊക്കെ ചിലത് ഡിറ്റക്ട് ചെയ്യും, ചിലത് ഡിറ്റക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെയാണ് ഇപ്പൊ മീൻസ് ഡോഗ് കാറ്റ് അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഡോഗ് എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവ് ഇതിലെ പിക്ചേഴ്സ്, മറ്റേതിൽ വേറെ എന്തെങ്കിലും ഇത് കൊടുക്കാം. പക്ഷെ ഇപ്പൊ ഈ ഫേസും ഫേസ് മാസ്കും വെച്ച് വരുമ്പോ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ഇല്ലാത്ത ഫേസസ് നെഗറ്റീവ്,
പ്യുവർ That's ഫേസസ് the face is നെഗറ്റീവ്, negative. ഓൺലി ഫേസസ് നെഗറ്റീവും ഫേസ് വിത്ത് മാസ്ക് പോസിറ്റീവും വെച്ചിട്ടാണ് ഇത് റൺ ചെയ്തിരിക്കുന്നത്. ഇത്തിരി ടൈം എടുക്കും അത് റൺ ചെയ്ത് ഏതാ ഹാർ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? ആ ഓക്കെ. സിമ്പിൾ പ്രൊസീജിയർ ആണ്. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ടുള്ളവരും കിട്ടാൻ നല്ലോണം ടൈം എടുക്കുന്നുണ്ട്. ട്രയൽ ആൻഡ് എറർ തന്നെയാണ്, വേറെ ഡാറ്റ കളക്ഷൻ അതൊരു ട്രയൽ ആൻഡ് എറർ തന്നെ ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ഓൾസോ, ഈ ഹാർ ഫയൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, കൂൾ. കഴിഞ്ഞോ നമ്മുടെ? അല്ലല്ലോ, വൺ മോർ പ്രസന്റേഷൻ അല്ലേ? ഏതായിരുന്നു? ചെക്ക് എക്സ്ട്രാക്ഷൻ അല്ലേ? അല്ല, ഞാൻ ആക്ച്വലി ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അഡീഷണൽ ഒന്ന് ഇതാക്കിക്കോളൂ. എന്താണ്? എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യണോ? അല്ല സ്റ്റോപ്പ് ചെയ്തോളൂ. ചെയ്തല്ലോ. സ്റ്റോപ്പായി. ഞാൻ ഷെയർ ചെയ്തട്ടെ. എന്താ ചെയ്തത്? ഹലോ സാർ. രാഹുൽ സാർ ഇടയില് സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല, എന്റെ നെറ്റ് കട്ടായി. ഓക്കെ, എന്റെ നെറ്റ് കട്ടായതാണ്. ഓക്കെ, ഇടയില് ആക്ച്വലി ഞാൻ ചെയ്ത ഒരു ബയോളജിക്കൽ യൂസ് കേസ് ആണ്. നമ്മൾക്ക് എന്താ പറയാ, എല്ലാ സെല്ലിനും ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പൊ ന്യൂക്ലിയസിന്റെ കണ്ടന്റ്സിൽ വരുന്ന ചേഞ്ചസ് ആണ് നമുക്ക് ഈ ക്യാൻസർ, ഏജിങ് അങ്ങനത്തെ കണ്ടീഷൻസ് എല്ലാം ഉണ്ടാക്കുന്നത്. സോ ആ ന്യൂക്ലിയസിന്റെ ഷേപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ ഡിസീസസിനെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പൊ ഒരു മൈക്രോസ്കോപ്പിക് ഇമേജസിൽ നിന്ന് നമുക്ക് ന്യൂക്ലിയൈന്റെ ഷേപ്പും അതിന്റെ കൗണ്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പ്ലെയിൻ ഓപ്പൺ CV ആണ്, ഇതിൽ OCRന്റെ ആസ്പെക്ട് ഒന്നുമില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇതൊരു കാഗൽ കോമ്പറ്റീഷൻ ആയിരുന്നു. അവര് പറഞ്ഞേക്കുന്ന വെച്ചിട്ട് ഓരോ സെൽ എന്താ പറയാ, ഏത് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പിക് ഇമേജിനും നമുക്ക് ആ ഒരു ഇത് കിട്ടുന്ന പോലെ, ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റി സെയിം ആയിട്ട് സെൽസ് കൗണ്ട് ചെയ്യുക ആൻഡ് സെൽസിന്റെ ന്യൂക്ലിയയുടെ സ്ട്രക്ചർ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. പക്ഷെ ഞാൻ അത്രയൊന്നും ചെയ്തിട്ടില്ല. ഇതിലെ ബേസിക് കൗണ്ടിങ് ലെവൽ വരയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെ, ഇതിപ്പോ അതിനേക്ക് നമുക്ക് ഇപ്പൊ CNN അങ്ങനത്തെ ആസ്പെക്ട്സ് ഒക്കെ ചെയ്താലാണ് ഒന്നുകൂടി ബെറ്റർ ആവുന്നത്. അപ്പൊ ഇതിൽ ചെയ്തേക്കുന്ന ഇപ്പൊ എന്റെ ഡേറ്റ സെറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് സെഗ്മെന്റഡ് ന്യൂക്ലിയൈന്റെ ഇമേജസ് ആണ്. ആക്ച്വലി അതെങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ എൻറ്റയർ ഫോൾഡർ ആണ് ഇത്, ഇത്രയധികം ഉണ്ട്. ആൻഡ് റാൻഡം ആയിട്ടുള്ള ഫയൽ നെയിംസ് ആണ്. അത് തുറന്നു കഴിഞ്ഞാൽ ഒരു ഇമേജ് ഉണ്ടാവും, അതിൻ്റെ ഉള്ള ഒരു സിംഗിൾ ഇമേജ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ളതായിരുന്നു. ഇതൊരു മൈക്രോസ്കോപ്പിക് ഇമേജ് ആണ്. ആ ഇൻഫർമേഷൻ ഇല്ല, ഇതിൽ പലതരം ഉണ്ട് ഇങ്ങനത്തെ. ഇപ്പൊ ഇതൊരു അതിന്റെ ട്രെയിൻ ഡേറ്റ സെറ്റ് വെച്ച് മാത്രമാണ് ഞാൻ ചെയ്തേക്കണേ. ഇപ്പൊ ഇതിലിപ്പോ നമുക്ക് ബ്ലഡ് സെല്ലായിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അതെ, അതെന്താണ് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമില്ല. ഇല്ല, ജനറൽ ആയിട്ട് സെല്ലായിരിക്കണം എന്നേ ഉള്ളൂ. ശരി. ഓക്കെ, അപ്പോ അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇമേജസ് ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരും, അല്ലാത്തതുണ്ട്, കളർ ഉള്ളുണ്ട്, ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പിന്റെ ഇമേജസ് ഉണ്ട്. അപ്പൊ കോമ്പറ്റീഷന്റെ റൂൾസ് എന്ന് വെച്ചാൽ എങ്ങനത്തെ ആണെങ്കിലും നമുക്ക് അതിന്റെ സെൽസ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള കോമ്പറ്റീഷൻ. അത് 2018 എക്സ്പയർ ആയതാണ്. അപ്പൊ ഡേറ്റ് എടുക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്തുള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ ട്രെയിൻ ഡേറ്റ സെറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് തന്നെ ഉണ്ട്, അത്രയ്ക്ക് അധികം ഉണ്ട്, ഇമേജസ് അധികം ഉണ്ട്. ദാറ്റ് ഇസ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്തത് ഒരു സിംഗിൾ ഇമേജ് പാത്ത് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബ് ചെയ്തെടുത്തു. ഗ്ലോബ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ഫയൽ നെയിംസിന്റെ സിമിലാരിറ്റി വെച്ച് അതിനെ എടുക്കുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഞാൻ പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഇമേജ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ റാൻഡം ആയിട്ട് ഒരു അതിലെ ഇമേജ് ആണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് അതിന്റെ പാത്തൊക്കെ ഏതാന്ന് നോക്കാൻ വേണ്ടി ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇമേജ് വന്നേക്കുന്നത്. സോ വിസിബിൾ ആണോ? കാരണം എനിക്ക് തന്നെ പല ആംഗിളിൽ നോക്കുമ്പോഴാണ് അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾക്ക് കിട്ടുന്നതിന്റെ ഇമേജിന്റെ ക്വാളിറ്റി അവര് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ആയിരുന്നു. സൈസ് മാത്രം അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് അതിൽ ഗ്രേ സ്കെയിൽ ആക്കിയിട്ട് മാറ്റി
Yes. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ടായിരുന്നു. ഗ്രേ സ്കെയിൽ ആവുന്നത് നമുക്ക് പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ത്രെഷോൾഡിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ അത് ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്തു, ഗോഷ്യൻ ബ്ലർ വെച്ച്, പിന്നെ ത്രെഷോൾഡ് ചെയ്തെടുത്തു ബൈനറി ആൻഡ് ഡോട്ട്സു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇമേജ് ആണിത്. ഓക്കെ, ഇത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താ, ഇനി അതിന്റെ കോൺടോഴ്സ് കൗണ്ട് ചെയ്യാണ്. കോൺടോഴ്സ് എന്ന് വെച്ചാൽ അതിന്റെ എന്താ അറിയാലോ, ഈ ബൗണ്ടറിയിലുള്ള പിക്സലിന്റെ ഡിഫറൻസ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ബൈനറി ഇൻപുട്ട് കൊടുക്കുന്നത് അതിലേക്ക്. വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള ഏരിയാസ്, പിന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റുകൾ ഡിറ്റക്ട് ചെയ്യുന്നതിനെയാണ് ഫൈൻ കോൺടോഴ്സ് എന്നുള്ളത് വെച്ചിട്ട്. അതിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സോഴ്സ് ഇമേജ്, പിന്നെ ഇത് ആ കോൺടൂർ അപ്രോക്സിമേഷന്റെ ടെക്നിക്കാണ്, അല്ല കോൺടൂർ ഫൈൻ കോൺടൂർസിന്റെ ആണ്. ഒരു മിനിറ്റ്, ഞാൻ അത് കൃത്യമായിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കോൺടൂർ റിട്രീവൽ മോഡാണിത്. റിട്രീവലിന്റെ എക്സ്റ്റേണൽ എന്നുള്ള മോഡാണ് യൂസ് ചെയ്തത്. അത് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു, അത് മാറ്റി മാറ്റി നോക്കി. അപ്പോൾ ഉള്ളതിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടിയതാണ് എടുത്തത്. പിന്നെ ഉള്ള മൂന്നാമത്തത് എന്താന്ന് വെച്ചാൽ കോൺടൂർ അപ്രോക്സിമേഷൻ മെത്തേഡാണ്. അത് കോൺടൂർസിന്റെ ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സാധനം ആയത് കാരണം ഇതിന്റെ എത്ര പോയിന്റ് അവർ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ചെയിൻ അപ്രോക്സ് നൺ എന്നുള്ള മെത്തേഡാണ്. അത് എല്ലാ ബൗണ്ടറി പാർട്ടും അതിന്റെ കോർഡിനേറ്റ്സും ഒരു നമ്പർ അറേ ആയിട്ട് സ്റ്റോർ ചെയ്യും. നമുക്ക് ഇതിൽ തന്നെ ചെയിൻ അപ്രോക്സ് സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു 4 പോയിന്റ് മാത്രം ഇത് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് സെല്ലിന്റെ കറക്റ്റ് ബൗണ്ടറിയും അതിന്റെ ഷേപ്പും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആ കോൺടോഴ്സിനെ നമ്മൾ ഡ്രോ ചെയ്യാണ്. അപ്പൊ ഡ്രോ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട് ആണ് ഇത്. ലൈക്ക് ഒറിജിനൽ ഇമേജും അതിന്റെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഓരോ ബൗണ്ടറി അത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അതിന്റെ കോൺടോഴ്സിന്റെ അതൊരു ലിസ്റ്റിന്റെ ലെങ്ത് വെച്ചിട്ട് ഓരോ പിക്ചറിൽ എത്ര കോൺടൂർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, എത്ര ന്യൂക്ലിയസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അപ്പൊ ഇത് തന്നെ ഇപ്പൊ ഇമേജ് മാറ്റി നോക്കിയാൽ അത് മാറി മാറി വരും. പിന്നെ ഇത് എൻറ്റയർ ഡേറ്റ സെറ്റിന് സെയിം ഇതിനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതി ഡിറ്റക്ട് ചെയ്തു. എന്നിട്ട് ഫൈനൽ അതായത് ബേസിക് ഡീറ്റെയിൽസ് മാത്രം, അതായത് ഓരോ ഇമേജിന്റെ പേരും എത്ര ന്യൂക്ലിയർ ഡിറ്റക്ട് ചെയ്തു എന്നുള്ളതും ഒരു CSV ഫയലായിട്ട് സേവ് ചെയ്തു. അപ്പൊ ഇമേജിന്റെ പേര് ഇങ്ങനെയാണ് വരുന്നത്. അതിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ടെന്ന്. ഇത് സംഭവം നന്നായിട്ടുണ്ട്. എന്റെ ഡൗട്ട്, ഈ നമ്പർ ഓഫ് ന്യൂക്ലിയർ കൊണ്ട് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് നമുക്ക് ചെയ്യാനുണ്ടോ? സെൽസ് കൂടുമ്പോ ന്യൂക്ലിയസ് കൂടും. അപ്പോ ക്യാൻസർ പോലത്തെ കേസസ് ആണെങ്കിൽ നമ്മൾ ലുക്കീമിയ എന്നൊക്കെ പറയുമ്പോൾ ബ്ലഡ് സെൽസ് കൂടും അല്ലെ? ബ്ലഡ് സെൽസ് കൂടും. അപ്പൊ അതായത് ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള പർട്ടിക്കുലർ ലിമിറ്റിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ ഇതിന് ഇപ്പൊ ക്യാൻസർ ഡിറ്റക്ഷൻ മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ യൂഷ്വലി നമ്മൾ CBC ഒക്കെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എല്ലാം ചെയ്യുന്നതിനും ഇതൊരു ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇമേജസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പ് വേണം എന്നുള്ളൂ. മാനുവലി നമ്മളിപ്പോ കൗണ്ട് ചെയ്യുന്നതിന് പകരം മൈക്രോസ്കോപ്പിൽ തന്നെ ക്യാമറ മൗണ്ട് ചെയ്ത് വെച്ചിട്ട് അവരിത് എക്സ്ക്യൂസ് മീ അവരിത് അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതോ കളറാണോ? പലതരം ഇമേജസ് ഉണ്ട് അല്ലെ, ഓരോന്നും. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഇമേജ് കാണിച്ചിരുന്നല്ലോ, അതെ, ഇങ്ങനെയുണ്ട്. സോ അപ്പൊ ഇത് എല്ലാത്തിന്റെയും അവര് കൗണ്ട് ആവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. CSV എല്ലാം ഉണ്ടായിരുന്നു. ആദ്യം കുറെ നോക്കിയപ്പോ പകുതി കളറൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് അപ്രോക്സിമേഷൻ മെത്തേഡും കോൺടൂറിന്റെ ഡിറ്റക്ഷനൊക്കെ മാറ്റിയപ്പോഴാണ് ഒരു എല്ലാത്തിനും വന്നത്. ഈ റിസൾട്ട് എടുക്കുന്നതിൽ കളർ ഒരു ഫാക്ടർ ആണോ അതോ എല്ലാവരും ഗ്രേ ആക്കിയിട്ടാണോ ചെയ്തിരിക്കുന്നത്? എല്ലാവരും ഗ്രേ ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ത്രെഷോൾഡിങ് ചെയ്യുന്നത്, അത് ത്രെഷോൾഡിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ബാക്ക്ഗ്രൗണ്ടിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ടെക്നിക്കലി. അപ്പൊ അതിന് ഈസിയസ്റ്റ് നമുക്കൊരു ഗ്രേ സ്കെയിൽ ഇമേജ് കൊടുക്കുന്നതാണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് അവിടെ മാറ്റർ ചെയ്യുന്നില്ല, എന്താണെങ്കിലും നമ്മൾ അതിനെ മാറ്റിയെടുക്കുകയാണ് ത്രെഷോൾഡ് ചെയ്യുമ്പോൾ. പക്ഷെ ഇതിൽ പ്രോബ്ലംസ് എന്താ വരിക എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ചില ഈ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നില്ല സെൽസ് എന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് സെല്ല് മൂവ് പക്ഷെ നമ്മളിതിപ്പോ ഒരു
ഒരു മൈക്രോസ്കോപ്പിൽ നിന്ന് എടുക്കുന്ന ഇമേജ് ആയിരിക്കില്ല. അപ്പൊ അതിനൊരു മിനിമം ക്വാളിറ്റി എന്തായാലും എൻഷുർഡ് ആയിരിക്കില്ലേ? ഞാൻ പറഞ്ഞ റെസല്യൂഷൻ അല്ല പറഞ്ഞത്. ഇപ്പൊ നമ്മള് ഇപ്പം സാധാരണഗതിയിൽ ഒരു ഡയഗ്നോസ്റ്റിക് ലാബ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് ഇമേജ് അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ മേ ബി ആ സ്റ്റേജ് മൂവ് ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് മോഷനിൽ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ ഫിക്സിംഗ് ടെക്നിക്ക് ഒക്കെ ഇപ്പൊ ഇത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെയും ഇമേജസ് ഉണ്ടായിരുന്നു ഇതില്. സോ അങ്ങനെ വരുന്ന അനുസരിച്ച് അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഈ ഇമേജ് മാറ്റി ഞാൻ ആക്ച്വലി റൺ ചെയ്ത് ആദ്യം തൊട്ട് റൺ ചെയ്യണം, അവിടെ കുഴപ്പം. അല്ലെങ്കിൽ ഇമേജ് മാറ്റി കാണിക്കാം. ഇവിടെ റാൻഡം ആയിട്ട് ഒരു നമ്പർ എടുത്ത് കൊടുത്ത് മാറ്റിയാൽ മതി. അപ്പൊ അത്രേ ചെയ്തിട്ടുള്ളൂ ഇതില് ഓപ്പൺ സി വി മാത്രം. സോ ഉണ്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ലൈക്ക് സിൻസ് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്, ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെറ്റ്സ് ആസ്ക്. ഹലോ, എക്സ്ക്യൂസ് മീ. നമുക്ക് സെൽസിന്റെ ഷേപ്പ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണോ അതോ നമ്പർ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളതാണോ നമ്മുടെ മെയിൻ? ആക്ച്വലി നമ്മുടെ യൂസ് കേസ് അനുസരിച്ചിരിക്കും ഇത്. ഇപ്പോ ഞാൻ പറഞ്ഞ ഇപ്പൊ ബ്ലഡ് കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ നമ്പർ ആണ് പ്രധാനം. അബ്നോർമൽ ഇൻക്രീസ് ആണ് അതിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഒരു പറഞ്ഞിരുന്നതേ ഷേപ്പിന്റെ കേസ് ഇങ്ങനെ പറഞ്ഞ കേട്ടു. അപ്പൊ നമുക്ക് ഇപ്പൊ കോൺട്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് സർക്കിളിലുള്ള അങ്ങനെയാണോ ചെക്ക് ചെയ്യണത്? അത് അബറന്റ് ആയിട്ടുള്ള ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ന്യൂക്ലിയസിന്റെ സൈസിൽ നമ്മുടെ അതിലുള്ള ജനറ്റിക് കോമ്പണന്റിന്റെ ഇൻക്രീസ് ആണ് നമുക്ക് യൂഷ്വലി ക്യാൻസർ പോലത്തെ ഡിസീസിനെയൊക്കെ സിഗ്നിഫൈ ചെയ്യുന്നത്. സോ അപ്പോ ജനറ്റിക് കണ്ടന്റ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ നാച്ചുറലി ആ ന്യൂക്ലിയസിന്റെ ഷേപ്പ് വ്യത്യാസം വരും. യൂഷ്വലി വരാത്ത പോലത്തെ മോർഫോളജീസ് എല്ലാം കണ്ടു തുടങ്ങും സെൽസിൽ. സോ അതാണ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് അത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഏർലി ഡിറ്റക്ഷൻ എന്നുള്ള ആസ്പെക്ടിൽ ഇപ്പൊ നമ്മളിങ്ങനെ എല്ലായിടത്തും ക്യാൻസർ സ്ക്രീനിങ് എല്ലാം കാണുന്നില്ലേ, അപ്പൊ അതിൽ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് വെച്ചിട്ട് ഒരു ബേസിക് ചെയ്യുന്ന ഫസ്റ്റ് തിങ് ഇതാണ്, ന്യൂക്ലിയസ് ഡിറ്റക്ഷൻ ആണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മള് ഷേപ്പ് ഡിറ്റക്ട് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ അത് കോണ്ടൂർസ് ഐഡന്റിഫൈ ചെയ്തു. കോണ്ടൂർസ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ. അത് ഇവിടെ ഇതാണ് ഒറിജിനൽ ഇമേജ്. അതിനെ ഗ്രേ സ്കെയിൽ ആക്കി പിന്നെ അത് ഇവിടെ ത്രെഷോൾഡിങ് ചെയ്തു ആൻഡ് ലാസ്റ്റ് ആയിട്ട് കോണ്ടൂർസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത് എഡ്ജസ് കറക്റ്റ് ആയിട്ട് എഡ്ജസ് ഐഡന്റിഫൈ ചെയ്യാൻ. ഞാൻ കോണ്ടൂർസ് നോക്കിയായിരുന്നു. അപ്പൊ അതിൽ നമുക്ക് സർക്കിൾ റെക്ടാങ്കിൾ ഇങ്ങനെ എല്ലാം ഷേപ്പ് ചെയ്യാന്നുള്ളത് കണ്ടിരുന്നു. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ സർക്കിളിന്റെ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ അതോ വെറുതെ ബൗണ്ടറി വരച്ചേക്കുന്നുള്ളൂ ഇതില്? അതായത് ആ വൈറ്റും ബ്ലാക്കിനെയും സെപ്പറേറ്റ് ചെയ്ത് വൈറ്റിന്റെ ബൗണ്ടറി എടുത്തേക്ക്, അതാണ് ബേസിക്കലി ചെയ്തേക്കുന്നത്. ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. സോ വേറെ ഏതെങ്കിലും കഴിഞ്ഞല്ലേ? So any other presentation, any other use cases pending? I think ഒരു checked extraction ആണല്ലോ ഫസീത മിനു ഷെയർ ചെയ്യാം സാർ. യെസ്, അതുകൊണ്ടേ ഉള്ളൂ നമുക്ക്. So it's all done. ഞങ്ങള് ചെക്ക് എക്സ്ട്രാക്ഷൻ മൊത്തം 4 ഡാറ്റ സെറ്റ് ഉണ്ടായിരുന്നു, 4 ബാങ്കിന്റെ. കേക്കാവോ? കേക്കാം. അതിന്ന് 3 ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റത്തെ ആക്സിസ് ബാങ്കിന്റെ മാത്രം കൃത്യമായിട്ട് ചെയ്തുള്ളൂ. ഒത്തിരി സമയം പിടിക്കുന്നു. ഓരോ ബാങ്കിനും ഓരോ പിക്ചേഴ്സിനും വ്യത്യാസം ഉണ്ടല്ലോ. പ്രീ പ്രോസസ്സിംഗ് ഒത്തിരി വരുന്നുണ്ട്. കോർഡിനേറ്റ്സ് എടുത്തു, അത് വെച്ച് ക്രോപ്പ് ചെയ്തിട്ടാ ചെയ്തത്. അല്ലാണ്ട് ചെയ്യുമ്പം കിട്ടുന്നില്ല. പ്രീ പ്രോസസ്സിങ് 3 എണ്ണത്തിന് ജനറൽ ആയിട്ട് കൊടുക്കുക ചെയ്ത.
ഫിഫയുടെ ചെയ്തില്ലേ അതിന് സിമിലർ ആയിട്ട് തന്നെ ചെയ്തേക്കണം, വലിയ വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായി. ഇമേജസ് കാണിക്കാമോ? ആ ചെക്ക്. ഓ ഇത് ഓക്കെ. കുറെ മെജോറിറ്റി ബാങ്കിന്റെ അല്ലേ? അല്ല, 3-4 ബാങ്ക് ഉണ്ട്. ആക്സിസ്, സിൻഡിക്കേറ്റ്, കാനറ, 3-4 ഉണ്ട്. ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തു, വേറെ ഫോൾഡറിലോട്ടാക്കി. ഇതിലിപ്പോ ഏതാ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത? ആക്സിസ് ആണോ? ആക്സിസിന്റെ ഒന്ന് കാണിക്കാമോ 1-2 ഇമേജ് ഡേറ്റ എങ്ങനെ ഇരിക്കുന്നത്? പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തല്ല, ആക്സിസിന്റെ മാത്രം കറക്റ്റ് ആയിട്ട് ചെയ്തെത്തിയുള്ളൂ. നെയിം ഒന്നും അങ്ങനെ കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യത്തില്ല, ഹാൻഡ് റിട്ടൺ ആയതുകൊണ്ട് അല്ലേ? ഓക്കെ ഫൈൻ, ഗോട്ട്. എല്ലാത്തിലും ഡാറ്റ ഫ്രെയിമിലോട്ട് എല്ലാവരുടെയും പേര് ഒന്നാണോ? ഒരാളുടെ തന്നെയാണോ എല്ലാം? രാജ അല്ല, അത് ലാസ്റ്റ് അറ്റത്ത് ഹോൾഡറുടെ പേരുണ്ടാവുന്നില്ല, പേര് വ്യത്യാസമുണ്ട്. അല്ല, ഡാറ്റ ഫ്രെയിമിലെല്ലാം അങ്ങനെ കണ്ടോണ്ട് ഞാൻ ചോദിച്ചേ. ഈ നെയിം അത് ഹോൾഡർ. പിന്നെ ഒരാളുടെ തന്നെയാണ് തോന്നുന്നത്. അതേപോലെ തന്നെ സിൻഡിക്കേറ്റ് ബാങ്കിന്റെയും ചെയ്തു. ലാസ്റ്റ് 3 ഡാറ്റ ഫ്രെയിമും കൂടി കോൺകാറ്റ് ചെയ്താ ചെയ്തത്. കോൺകാറ്റ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് പിന്നെ CSV ആയിട്ട് സേവ് ചെയ്തു. സോ എത്രമാത്രം ഡാറ്റ കിട്ടുന്നുണ്ട് കറക്റ്റ് ആയിട്ട്? എത്ര കിട്ടുന്നു വെച്ചാൽ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല. നെയിം ഒന്നിന്റെ കറക്റ്റ് ആയിട്ട് കിട്ടുകയല്ല. അല്ല, ഈ രാജശ്രീ അതൊക്കെ കറക്റ്റ് ആണോ? രാജർഷി അത് പ്രിന്റഡ് ആയിട്ടുള്ളത്, അത് കിട്ടും. ഓ, അത് പ്രിന്റഡ് ആണോ? ഓക്കെ. അതാ അക്കൗണ്ട് ഹോൾഡർ തന്നെ. മറ്റേ അല്ലാണ്ട് പുതിയ ചെക്കിൽ വരുമല്ലോ, പുതിയ ചെക്കിലായിട്ട് പ്രിന്റ് ചെയ്തായിരിക്കും വരുന്നത് അല്ലേ? അല്ലാതെ ഉള്ള നെയിമുകൾ ഹാൻഡ് റിട്ടൺ ഒന്നും അങ്ങനെ കൃത്യമായിട്ട് കിട്ടത്തില്ല. എമൗണ്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടില്ല? എമൗണ്ട് കിട്ടില്ല. എമൗണ്ട് കിട്ടില്ല, ചെക്ക് എക്സ്ട്രാക്ഷൻ കുറെ നേരം നോക്കിയാൽ അത് കിട്ടണില്ല. അത് ഹാൻഡ് റൈറ്റിംഗ് തോന്നുന്നു പറയാനല്ലേ? ഹാൻഡ് റിട്ടൺ ആയതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും തോന്നുന്നു. എമൗണ്ടും ഡേറ്റ് നോക്കിയായിരുന്നു, ഡേറ്റ് അതും കിട്ടുന്നില്ല. പക്ഷെ അക്കൗണ്ട് നമ്പർ പ്രിന്റഡ് ആണല്ലേ? അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് കിട്ടും. ശരിയാ. സൈഡില് പേരുണ്ട്. ചില നമ്പറൊക്കെ കിട്ടും കേട്ടോ, ഒട്ടും കിട്ടാതിരിക്കില്ല. ഈ ഹാൻഡ് വ്യത്യാസം ഉണ്ടല്ലോ, ചിലത് നമ്പർ എഴുതി കൂട്ടി ചിലത് നമ്പർ എഴുതി കേട്ടില്ല. നമ്പർ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് റണ്ണിങ് ലെറ്റേഴ്സ് വരും, അങ്ങനത്തെ കുറെ ഇതില്ലേ. ഇപ്പോ 3,20,000 എന്നുള്ളത് ഭയങ്കര എഴുത്തല്ലേ? അതെ, അത് പാടാണ്. ശരിയാ. പക്ഷെ എമൗണ്ട് കിട്ടുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. 3,20,000 കിട്ടിയില്ല. ചിലപ്പോ ഒന്നുകൂടി നമുക്ക് ചിലപ്പോ കിട്ടും. അല്ല, അത് ബ്ലോക്കില്, പക്ഷെ അങ്ങനെ എഴുതണമെന്നില്ല. അല്ല, ചെക്കല്ലേ. ഇതിന്റെ എമൗണ്ട് ഒന്നും കിട്ടില്ല കേട്ടോ. ഇത് 1,00,000 ആരും വായിക്കില്ല. 6 ആണോ 4 ആണോ 6 ആണോ 4 ആണോ എന്നൊക്കെ ഡൗട്ട് വരാം. അത്യാവശ്യം മോശം ഹാൻഡ് റൈറ്റിംഗ്. 1,40,000 ആയിരുന്നു അല്ലേ? ഓക്കെ, 4 ആയിരുന്നു അത്. ഇവര് ഇതിന്റെ ഒറിജിനൽ CSV തന്നിട്ടുണ്ട്, എക്സ്ട്രാക്ട് ചെയ്തത്. അതിനകത്ത് എമൗണ്ട് ഇല്ലാന്ന് തോന്നുന്നു. എമൗണ്ട് ഉണ്ട്.
അല്ല സി, കാരണം എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ചെക്കിന്റെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ തോട്ട് തന്നെ എമൗണ്ടിലേക്ക് ആയിരിക്കും പോവാ. ഞങ്ങള് നോക്കിയായിരുന്നു, അത് കിട്ടിയില്ല. ഇത് എഴുതിയ പെണ്ണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എഴുതിയ പെണ്ണോ? അല്ല, അങ്ങനെ എന്തൊക്കെയാ ഇതിൽ കിടപ്പുണ്ടായിരുന്നു. അത് ശരി. കണ്ടോ, പെൻ 2, പെൻ 1. അത് ഒരു CNN വെച്ചാട്ടെ അവര് ചെയ്തേക്കുന്നത്, അറിയില്ല. ഓക്കെ, ഇതൊരു മോഡലിന്റെ ഔട്ട്പുട്ട് ആണല്ലേ. അപ്പൊ നമുക്ക് അതാണ്, ഇത് നമുക്ക് മേ ബി CNN അല്ല, ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഈ RNN പോലത്തെ എന്തെങ്കിലും മോഡൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും, ചെയ്യാൻ പറ്റും. സി, ആക്ച്വലി എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്ലാൻ അതായിരുന്നു. ലൈക്ക് നമ്മൾ OCR ചെയ്യുമ്പോൾ കാണുന്ന ലിമിറ്റേഷൻസ് പലതും ആക്ച്വലി യു വിൽ ഫേസ് ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ്. ഈ ലിമിറ്റേഷൻസ് പലതും നമുക്ക് എന്താണ് നമ്മുടെ ഡീപ് ലേണിംഗ് സൊല്യൂഷൻസ് വെച്ച് സോൾവബിൾ ആയിരിക്കും. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തുക എന്നുള്ളതും കൂടെ ആയിരുന്നു OCR ടൂൾ പ്രോജക്ട്സിന്റെ ഒരു ഇന്റൻഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ഫൈൻ. സോ എല്ലാവരുടെയും വർക്ക് ഇറ്റ്സ് ഗുഡ്. എനിക്ക് തോന്നുന്നു അതിനെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ പാക്കേജസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ നമ്മുടെ ഒരു ഇന്റേണൽ റിവ്യൂ ആയതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ. ഞാൻ പറയുന്നത് നിങ്ങളിപ്പോ നമ്മളൊരു പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനെ ഒന്ന് കുറച്ച് പൊലിപ്പിച്ച് എന്താണ് എല്ലാ യൂസ് കേസസും ഒന്ന് കറക്റ്റ് ആയിട്ട് ഷോക്കേസ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിലും whenever you are presenting your works, അതൊന്ന് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നത് ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. ഓക്കെ, സോ ഓവറോൾ എല്ലാ വർക്ക്സും നന്നായിട്ടുണ്ട്. ആൻഡ് യാ, ഏതെങ്കിലും ഉണ്ടോ, ഇനി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ? ഐ തിങ്ക് നമ്മൾ പറഞ്ഞ അനുസരിച്ച് എന്റെ ലിസ്റ്റിലുള്ളതൊക്കെ കഴിഞ്ഞു. സോ ഇസ് ദർ എനിത്തിങ് അതർ ദാൻ ദിസ്? ഉണ്ടോ? ഹലോ, ഓക്കെ. ഇല്ലെങ്കിൽ ഞാൻ ക്വിക്കായിട്ട് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ ഇന്നലെ ചെയ്ത കാറ്റ് ആൻഡ് ഡോഗ് ഇഷ്യൂനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു there is an overfitting issue അല്ലെ. സോ നമ്മളിവിടെ ആ ട്രെയിനിങ് ആൻഡ് വാലിഡേഷൻ ലോസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, ആഫ്റ്റർ ഒരു 10th iteration വാലിഡേഷൻ ലോസ് ഇസ് ഇൻക്രീസിംഗ് ലൈക്ക് എനിത്തിങ്, ബട്ട് എന്താണ് ടെസ്റ്റിംഗ് ലോസ്, ട്രെയിനിങ് ലോസ് കുറയുന്നുണ്ട്. സോ ദിസ് ഇസ് ആൻ ഇഷ്യൂ വിത്ത് ഓവർഫിറ്റിംഗ്. സോ നമ്മൾ പറഞ്ഞിരുന്നു ഓവർഫിറ്റിംഗിന് there are many techniques to do അല്ലെ. ഓർമ്മയുണ്ടോ, നമ്മൾ 4-5 ടെക്നിക്സ് പറഞ്ഞിരുന്നു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, add more data എന്നുള്ളതാണ്. So that is all based on the availability of data. So if you don't have data available, you cannot do that അല്ലെ. അപ്പം അതൊരു എന്താണ് do or die situation ആണ്. So if you don't have the data, you can't do anything. അപ്പം that is one option. Second option ആയിരുന്നു data augmentation. So using augmenting technologies, we are enhancing the number of data, അല്ലെങ്കിൽ we are adding more variance to the data. That is what data augmentation. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ആഡ് സം സോർട്ട് ഓഫ് റെഗുലറൈസേഷൻ. നമ്മൾ ആഡ് ചെയ്യുന്ന റെഗുലറൈസേഷൻസ് പറഞ്ഞാൽ എന്താണ്, ഡ്രോപ്പ് ഔട്ട് ലെയർ ആവാം, L1 L2 റെഗുലറൈസേഷൻ ആവാം. ആൻഡ് നമ്മൾ സ്പെസിഫിക്കലി പറഞ്ഞിരുന്നു വി മോസ്റ്റ്ലി യൂസ് ഡ്രോപ്പ് ഔട്ട് ലെയേഴ്സ് ഇൻ ഡീപ് ലേണിംഗ്. ആൻഡ് പിന്നെ ഉണ്ടായിരുന്നത് എന്താണ്, യൂസ് സം ബെറ്റർ ആർക്കിടെക്ചർ. ബെറ്റർ ഇൻ ദ സെൻസ് ഇറ്റ് ക്യാൻ ബി ലെസ് കോംപ്ലിക്കേറ്റഡ് ആവാം, അല്ലെങ്കിൽ മോർ അഡ്വാൻസ്ഡ് ആവാം, എങ്ങനെയല്ല യൂസ് സം അനദർ ആർക്കിടെക്ചർ. സോ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്ന ടെക്നിക്സ്. സോ നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ വിൽ ബി ദ റെഗുലറൈസേഷൻ ടെക്നിക്. സോ ദ ഡ്രോപ്പ് ഔട്ട് ലെയർ, അഡീഷൻ ഓഫ് ഡ്രോപ്പ് ഔട്ട് ലെയർ ആണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന കാര്യം. പിന്നെ ഉള്ളത് എന്താണ്, ഡാറ്റ ഓഗ്മെന്റേഷൻ. സോ ഡ്രോപ്പ് ഔട്ട് ലെയർ എന്താണെന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. സോ വി വിൽ നമ്മുടെ ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള ലെയേഴ്സിൽ വി വിൽ റിമൂവ് സം ഫ്യൂ ഓഫ് ദി നോട്ട്സ്. എത്ര പെർസെന്റേജ് ഓഫ് നോട്ട്സ് റിമൂവ് ചെയ്യണം എന്നാണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ലെയറിൽ കൊടുക്കുന്നത്. ഇഫ് ഇറ്റ് ഇസ് 0.2 which means 20% of the nodes will be removed, which means അത്രയും കണക്ഷൻ നമ്മുടെ കുറയും. That's what happens in drop out layer. And അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു in the very beginning സ്റ്റേജിൽ ഡ്രോപ്പ് ഔട്ട് കൊടുക്കരുത്, because we will lose information from the input image. So in a further stage, അല്ലെങ്കിൽ ഒരു
ഹിഡൻ സ്റ്റേജിൽ അല്ലെങ്കിൽ എന്താണ് ഇന്റർമീഡിയറ്റ് സ്റ്റേജസിൽ മാത്രമായിരിക്കും നമ്മൾ ഡ്രോപ്പ് ഔട്ട് ലെയർസ് ആഡ് ചെയ്യുക. Then second one is data augmentation. So data augmentation പറഞ്ഞാൽ you know what is augmentation. So we will augment images to create new images. So അതാണ് നമുക്ക് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടൊന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഇമേജ് ഡാറ്റ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുകളിൽ. ഇഫ് യു റിമെമ്പർ ഇന്നലത്തെ ചെയ്ത സമയത്ത് നമ്മൾ അത് വെച്ചിട്ടാണ് ഡാറ്റ ജനറേറ്റ് ചെയ്തത്. ഇമേജ് ഡാറ്റ ജനറേറ്റർ വെച്ച് നമ്മളൊരു ട്രെയിനിങ് ഇമേജ് ജനറേറ്റർ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അതിൽ നമ്മൾ ആകെ ഒരു റീസ്കെയിൽ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ആണ് കൊടുത്തത്. സോ ഫോർ ടു ഓഗ്മെന്റ് ഡാറ്റ നമ്മൾ അവിടെ ഒരു പാരാമീറ്റർ കൂടെ കൊടുക്കും. സോ ഇവിടെ ഐ ഹാവ് ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. സോ ഹൊറിസോണ്ടൽ ഫ്ലിപ്പിൽ ഞാൻ ഇവിടെ ട്രൂ കൊടുത്തു. സോ ഇമേജ് ഡാറ്റ ജനറേറ്റർ എടുത്തു കഴിഞ്ഞാൽ യു വിൽ സി ഏതൊക്കെ ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. സോ ഇവിടെ യു ക്യാൻ സി ഓൾ ദ ഫങ്ഷൻസ്. There are many functions. അപ്പോൾ ഓഗ്മെന്റ് ചെയ്യാനുള്ള ഫങ്ഷൻസ് പലതും ഉണ്ട്. സോ ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ഇസ് ആൻ ഓപ്ഷൻ. സോ ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇമേജിനെ ഹൊറിസോണ്ടലി ഫ്ലിപ്പ് ചെയ്യും. ഓക്കെ, സോ ഫ്ലിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റിലുള്ളത് ലെഫ്റ്റിൽ വരും. ഹൊറിസോണ്ടലി ആണ് ഫ്ലിപ്പ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ റൈറ്റിലുള്ളത് ലെഫ്റ്റിൽ വരും, ലെഫ്റ്റിലുള്ളത് റൈറ്റിൽ വരും അല്ലെ? സോ ഇത് കണ്ടോ, ഇതിപ്പോ ഞാൻ ഫ്ലിപ്പ് ചെയ്ത ഇമേജസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്ത ഇമേജസ് ആണ്. സോ ഞാനിവിടെ ഇതൊരു ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. സോ ഞാനിവിടെ ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ട്രൂ ആക്കിയിട്ട് ഒരു ഡാറ്റ ജനറേറ്റർ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ഞാൻ ഡയറക്ടറിയിൽ നിന്ന് ഡാറ്റ ലോഡ് ചെയ്യാണ്. അപ്പൊ എന്താ, ഞാൻ എന്റെ 2000 ഇമേജസ് ലോഡ് ചെയ്തു. പക്ഷെ എന്താണ് ആയിട്ടിട്ട് ഞാൻ റീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഹൊറിസോണ്ടൽ ഫ്ലിപ്പും കൂടെ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇവിടുന്ന് ഓഗ്മെന്റ് ചെയ്ത ഓഗ്മെന്റഡ് ഇമേജസ് ഒരു കുറച്ച് ഇമേജസ് പിക്ക് ചെയ്യാണ് ഈ ട്രെയിൻ ഡാറ്റ ജെന്നിന്. എന്നിട്ട് ഞാൻ അത് ജസ്റ്റ് ഷോക്കേസ് ചെയ്യാണ്. സോ അപ്പൊ ഇതാണ് എനിക്ക് ആ സെയിം ഇമേജിൽ നിന്ന് കിട്ടുന്ന, നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് വരുന്നതിൽ നമ്മൾ ഓഗ്മെന്റ് ചെയ്തെടുക്കുന്ന ഇമേജസ് ആണ്. ഇതിപ്പോ വേറൊരു സെറ്റാണ്, നമ്മൾ റാൻഡം ആയിട്ടായിരിക്കും പിക്ക് ചെയ്യുന്നത്. സോ ദർ ഇസ് എ റാൻഡംനെസ്. അപ്പൊ നമുക്ക് വേറെ കുറച്ച് ഇമേജസ് കിട്ടി. ഐ തിങ്ക് ഞാനൊരു ചെറിയ മിസ്റ്റേക്ക് കാണിച്ചു. ഇത് ഇറ്റ്സ് നോട്ട് ഹൊറിസോണ്ടൽ ഫ്ലിപ്പ്. ഞാനത് നേരത്തെ ഞാനത് സൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. സോറി. സോ യെസ്, സോ യു ക്യാൻ സി ഇതാണ് ഹൊറിസോണ്ടലി ഫ്ലിപ്പ് ചെയ്താണ്. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ഇമേജ് ഉണ്ടോ, ഫ്ലിപ്ഡ് ഇമേജ് ആണ്. സോ ഇത് റാൻഡം ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പൊ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 4 ഒരെണ്ണം കിട്ടി. 2 3 3 2 എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും വരിക. സിമിലർലി നമുക്ക് ഇവിടെ റൊട്ടേഷൻ റേഞ്ച് കൊടുക്കാം. സോ ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ട്രൂ കൊടുക്കുന്നത് പോലെ തന്നെ വി ക്യാൻ ഗിവ് അനദർ പാരാമീറ്റർ കോൾഡ് റൊട്ടേഷൻ റേഞ്ച്. സോ റൊട്ടേഷൻ റേഞ്ച് 45 ഡിഗ്രി ആണ്. അപ് ടു 45 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യും. ഞാൻ ഇതിനെ 90 കൊടുത്തു കഴിഞ്ഞാൽ അപ് ടു 90 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യും. ലെറ്റ്സ് സീ. അപ് ടു 90 ആണ്. 90 വർക്കില്ല. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പായ ഇമേജസ് ആണ് കാണുന്നത്. അപ്പൊ 90 ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച്. സോ ഐ ആം ഫിക്സിംഗ് ഇറ്റ് ടു 45 again. സോ എന്താണ് ഇമേജ് ഡാറ്റ ജനറേറ്ററിന്റെ പാരാമീറ്റേഴ്സിലാണ് നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഐ ആം ഗിവിംഗ് ഇറ്റ് 45. ഇപ്പൊ വേറെ ഇമേജ് ആയിരിക്കും വരുന്നത് ബിക്കോസ് ഇറ്റ്സ് എ we are randomly collecting an image. Yes. So this is 45 degree flipped images. ഇനി എന്താണ്, you can apply zoom. Zoom എന്ന് പറയുമ്പോൾ zoom range കൊടുക്കാം. You can give a zoom range. So 0.5. So 50% up to 50% zoom ആണ് വരിക. 0 is 0, 1 is 100. So ഇവിടെ ഒരു ഇമേജിന്റെ പല ലെവൽ ഓഫ് സൂമിംഗ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോ നമുക്ക് എന്താ ആക്ച്വലി we can give the combination of all this. എന്നിട്ടാണ് നമ്മൾ ഇമേജ് റീഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ വി ആർ. അപ്പൊ നമ്മളിപ്പോ ചെയ്തതൊക്കെ എന്താണ്, ഈ 2000 ഇമേജിന്റെ സൂമിംഗ് ടെക്നിക്കാണ് ചെയ്തത്. സോ ഇവിടെ ദിസ് ഇസ് വാട്ട് സൂം. സോ എനിക്ക് ഇവിടെ എന്താ, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഐ ആം ക്രിയേറ്റിംഗ് ആൻ ഇമേജ് ജനറേറ്റർ. സോ റീസ്കെയിൽ ഈസ് 1/255, റൊട്ടേഷൻ റേഞ്ച് 45, വിഡ്ത് ഷിഫ്റ്റ് റേഞ്ച് 15 അല്ല 0.15, ഹൈറ്റ് ഷിഫ്റ്റ് 0.15, ഹൊറിസോണ്ടൽ ഫ്ലിപ്പ്, സൂം റേഞ്ച്. സോ ഓൾ ദീസ് പാരാമീറ്റേഴ്സ് ആർ ആഡഡ്. അതിനുശേഷം ഞാൻ ഡാറ്റ ലോഡ് ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്താ, ഈ ഓഗ്മെന്റ് ചെയ്ത ഒരു സെറ്റ് ഓഫ് ഇമേജ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഐ എം നോട്ട് ആഡിങ് എനി ന്യൂ ഇമേജസ്. സോ ഫൗണ്ട് 2000 ഇമേജസ് ബിലോങ്സ് ടു 2000 ഇമേജസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ ഒരു നമുക്ക് ഇഫ് യു വാണ്ട് ടു ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ്, നമുക്ക് അതിനെ വീണ്ടും ചെയ്ത് നമുക്ക് ഇമേജിന്റെ എണ്ണം കൂട്ടാം. ഇവിടെ എന്താണ്,
ആ സെയിം ഇമേജ്, സെയിം സെറ്റ് ഓഫ് ഇമേജ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ആ ഇമേജിന്റെ ഇത് നോക്കുകയാണ്. These are the set of augmented image. അപ്പൊ ഇതെല്ലാം ഓഗ്മെന്റേഷനും കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അപ്പം ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഓഗ്മെന്റേഷൻ. ഈ ഒരു ഇമേജിൽ കണ്ടോ, കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഓഗ്മെന്റേഷൻ ആണ്. ഇതെല്ലാം ചെയ്തിട്ടുള്ള റിസൾട്ട്സ് ആണ്. സിമിലർലി ഞാനിവിടെ വാല്യുവേഷൻ എന്താണ്, വാലിഡേഷൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താ, നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മൾ ഓവർ ഫിറ്റിംഗ് ഇഷ്യൂസ് എല്ലാം ഒഴിവാക്കാൻ നമ്മൾ എല്ലാ പ്രീ പ്രോസസ്സിംഗ് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ട്രെയിനിങ് ഡേറ്റയിൽ മാത്രമാണ് അല്ലെ. ബിക്കോസ് എന്താണ്, overfitting is only caused by training data, not by testing data. നമ്മൾ ടെസ്റ്റിംഗ് ഡേറ്റയിൽ ഒന്നും ചെയ്യുന്നില്ല. ടെസ്റ്റിംഗ് ഡേറ്റ പഴയ പോലെ തന്നെ ലോഡ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഞാൻ 2 ഡ്രോപ്പ് ഔട്ട് ലെയർ ആഡ് ചെയ്യാണ്. ആഫ്റ്റർ ദ ഫസ്റ്റ് മാക്സ് പൂൾ ഞാനൊരു ഡ്രോപ്പ് ഔട്ട് ലെയർ ആഡ് ചെയ്യാണ് വിത്ത് 20%. ദെൻ ആഫ്റ്റർ ദ തേർഡ് മാക്സ് പൂളിംഗ് ഞാനൊരു പോയിന്റ് ആഡ് ചെയ്തു. ഇത് മേ ബി നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇത്രയും ഡ്രോപ്പ് ഔട്ടിന്റെ ആവശ്യമില്ല, ഒരു ഫൈനൽ ലൈനിലുള്ള ഡ്രോപ്പ് ഔട്ട് മതിയാവും. ഇത് ചെയ്യുന്നു. അതിനുശേഷം എന്താ, ബാക്കിയെല്ലാം റിമൈനിങ് ദ സെയിം. ഞാൻ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു, ഹിസ്റ്ററി എടുക്കുന്നു. ഓക്കെ, അതിനിപ്പോ ഫിറ്റ് ചെയ്യും. അപ്പം ഇറ്റ് വിൽ ഗോ ഫോർ ദ ട്രെയിനിങ്. സോ ഞാൻ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ട് ആണ് കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സി ട്രെയിനിങ് എററും ട്രെയിനിങ് ലോസും വാലിഡേഷൻ ലോസും ഈസ് സംവാട്ട് വെരി ക്ലോസ് ടു ഈച്ച് അതർ ടിൽ ദ 30th iteration. അപ്പൊ പിന്നെ എന്താ, ഇറ്റ്സ് കീപ് ഓൺ ഡിക്രീസിങ്, വിച്ച് മീൻസ് എന്താ, നമ്മുടെ ട്രെയിനിങ് ഈസ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. അപ്പൊ ചിലപ്പോൾ 30th iteration യു വി നോട്ട് ഗെറ്റ് ദ ബെറ്റർ റിസൾട്ട്. കാരണം എന്താണ്, ഓവർ ഫിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ട്രെയിനിങ് എറർ ഒരുപാട് അങ്ങ് കുറയില്ല. ഇറ്റ്സ് എ ഗ്രാജുവൽ ഡിപ്പ് ആയിരിക്കും. സോ ഇൻസ്റ്റെഡ് ഓഫ് 30 യു ഹാവ് ടു ഗീവ് മോർ നമ്പർ ഓഫ് ഐറ്ററേഷൻസ്. ഒരു 30ക്ക് ഒരു 100 300 നമ്പർ ഓഫ് ഐറ്ററേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ മച്ച് ബെറ്റർ റിസൾട്ട്. സോ ഇതാണ് നമ്മുടെ ഒരു ഡേറ്റ ഓഗ്മെന്റേഷൻ പ്ലസ് ഡ്രോപ്പ് ഔട്ട് ലെയറിന്റെ അഡീഷൻ കൊണ്ട് എങ്ങനെ നമ്മൾ ഓവർ ഫിറ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ള ഒരു യൂസ് കേസ്. സോ ഇത് ക്ലിയർ ആണോ? ആകെ നമ്മൾ ചെയ്തത് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഓഗ്മെന്റേഷന് വേണ്ടി നമ്മൾ ഇമേജ് ഡേറ്റ ജനറേറ്ററിലേക്ക് വി ആഡ് ദ പാരാമീറ്റേഴ്സ് ലൈക്ക് ദിസ്. ഇത്രയും പാരാമീറ്റേഴ്സ് നമ്മൾ ആദ്യത്തെ റീസ്കെയിൽ മാത്രമായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് റീസ്കെയിൽ വി ആഡ് മെനി പാരാമീറ്റേഴ്സ്. So this will make this will make the augmented. So this will make the hello. Come on. Okay. Okay. Actually, എന്താണെന്ന് അറിയാം, എൻ്റെ മൊബൈൽ നെറ്റ്വർക്ക് സോറി എൻ്റെ കറണ്ട് ഇല്ല ഇവിടെ. സോ എൻ്റെ ഹോട്ട്സ്പോട്ട് ആണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ബാൻഡ്വിഡ്ത്ത് ഇത്തിരി വീക്ക് ആയിരിക്കും. സോ ദിസ് ഇസ് ഹൗ വി ആർ ക്രിയേറ്റിംഗ് ദ ഓഗ്മെന്റഡ് ഇമേജസ്. അതിനുശേഷം നമ്മൾ ഇവിടെ ട്രെയിൻ ചെയ്യാണ്, ഒരു ഡ്രോപ്പ് ഔട്ട് ലെയർ ആഡ് ചെയ്യുന്നു. അതിനുശേഷം വി ആർ ട്രെയിനിങ് ദ ഡീപ് ലേണിംഗ് മോഡൽ. ഓക്കെ, സോ ദിസ് ഇസ് ലൈക്ക് എ ക്ലാസിക് എക്സാമ്പിൾ ടു ഓവർഫിറ്റ് പ്രിവെൻഷൻ. Okay, ഞാൻ നോട്ട്ബുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഫോർ യു പീപ്പിൾ. സോ പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ദർ ഇസ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ പ്രോഗ്രാമിംഗ് ആൻഡ് ദ കോൺസെപ്റ്റ്. സോ കോൺസെപ്റ്റ് ഞാൻ വളരെ ജനറിക് ആയിട്ടാണ് പറഞ്ഞത്. അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
So the actual time I did for a 30 epochs. So you will see the, I mean, but the output ഞാൻ കാണിച്ച ഔട്ട്പുട്ട് തന്നെയാണ്. ഞാൻ ഇച്ചിരി നമ്മളെ പ്രസന്റേഷന്റെ സമയത്ത് റൺ ചെയ്ത ഔട്ട്പുട്ടാണ്. അയച്ചിട്ടില്ല. ഓക്കെ, ഞാൻ ആഡ് ചെയ്യാം. Okay. So please try. എന്തെങ്കിലും ഡൗട്ട്സ് കോൺസെപ്ച്വലി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ റൈറ്റ് നൗ. പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മേ ബി മൺഡേ ലൈക്ക് ടുഡേ വി ഡോണ്ട് ഹാവ് ഇനഫ് പീപ്പിൾ ഓൺലി. ആകെ 12 പേരേ ഉള്ളൂ. സോ പ്രസന്റേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ബാക്കിയുള്ളവർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പലരും. സോ വിൽ ഹാവ് ഇറ്റ് ഓൺ മൺഡേ. ലൈക്ക് ഞാൻ ക്വിക്ക്ലി ഒന്ന് റീക്യാപ്പ് ചെയ്യാം മൺഡേ. സോ ബിഫോർ ദാറ്റ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, പിന്നെ കോൺസെപ്ച്വലി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ maybe we will discuss in next 10 minutes. We have around 10 more minutes. So നമുക്ക് ക്വിക്കായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. Okay. Hello. So please tell me കേട്ടോ എന്തെങ്കിലും കോഡ് ലെവലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ.
Okay, so ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യൂ. എൻ്റെ ചാർജ് ഈസ് ഗെറ്റിംഗ് ഡ്രെയിൻഡ് ഔട്ട്. So ഇതൊന്ന് നോക്കട്ടോ കോഡ് ദാറ്റ്സ് ഐ ഷെയർഡ് ആൻഡ് maybe by Monday we can discuss it once again. So if you have any doubts, please consolidate and ask on Monday. Okay, നമുക്ക് അങ്ങനെയാണെങ്കിൽ മേക്കപ്പ് ചെയ്യാം. ബിക്കോസ് എൻ്റെ ഫോണിലും ലാപ്പിലും എല്ലാം ചാർജ് കഴിയാറായി. കറണ്ട് വന്നിട്ടില്ല. രാവിലെ 5 മണിയൊക്കെ പോയതാണ്. ഇപ്പോൾ വരുമെന്ന് അറിയില്ല. ഓക്കെ, സോ let's conclude for the day. And so overall presentation, everything was really good. Okay, ഞാനിത് കഴിഞ്ഞു. So ഇതൊന്നുകൂടെ ഞാൻ റൺ ചെയ്യാം. So seeing this, you can witness that the training loss is decreasing and the testing loss is also comparatively decreasing. So which means we are in the right direction. So ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, instead of 30 epochs, you can increase the number of epochs to minimize the error as much as possible. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ accuracy ഒരു 70 റേഞ്ചിൽ എത്തിയിട്ടുള്ളൂ. So you can keep increasing. So it's keep on increasing as well, അല്ലേ? ഇവിടെ ഒരു ഓവർ ഫിറ്റിംഗിന്റെ ഇഷ്യൂ, സാച്ചുറേഷൻ ഇഷ്യൂ ഒന്നും നമ്മളത് കണ്ടിട്ടില്ല. സ്റ്റിൽ ഇൻക്രീസിങ്. സോ യു ക്യാൻ എന്താണ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് എപ്പോക്സ് ടു ഗെറ്റ് എ വേ ബെറ്റർ റിസൾട്ട്. സോ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് 30 മേ ബി ട്രൈ വിത്ത് 100 or 300. പക്ഷെ 300 ഒക്കെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുക, ജസ്റ്റ് ആഡ് എ കോൾ ബാക്ക് ഓൾസോ. കാരണം മേ ബി ഒരു 200 ഒക്കെ ആകുമ്പോഴത്തേക്കും സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ വെറുതെ റിമൈനിങ് 100 എപ്പോക്സ് റൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ജസ്റ്റ് ഗിവ് എ കോൾ ബാക്ക് ഓഫ് 10 ഇറ്ററേഷൻസ് ഓർ സംതിങ്. So ഒരു മാക്സിമം 10 ഇറ്ററേഷൻ ആയിരിക്കും നമുക്ക് നഷ്ടം വരിക. ബട്ട് ഗിവിംഗ് എ ഹയർ നമ്പർ ഇസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് എപ്പോക്സ്. 300 ഈവൻ 500 കൊടുത്തിട്ട് early സ്റ്റോപ്പിംഗ് കൊടുത്താലും 250 ആകുമ്പോൾ സ്റ്റോപ്പ് ആയിക്കോളും. സോ ദാറ്റ് വുഡ് ബി എ പ്രോബ്ലം. പക്ഷെ 500ലേക്കൊക്കെ പോകുമ്പോൾ വീണ്ടും ഓവർ ഫിറ്റിംഗ് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ഇഷ്യൂ. സോ അപ്രോപ്രിയേറ്റ് ആയിട്ട് 300 ഒക്കെ ഒരു കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി ബെസ്റ്റ് വാല്യൂ, ബെസ്റ്റ് പാരാമീറ്റർ പോസിബിൾ. സോ അങ്ങനെ ഒരു വാല്യൂ കൊടുക്കുക. ആൻഡ് പ്ലീസ് come up with a better loss in the sense lower loss and better accuracy. ഞാനിത് 30 ചെയ്തിട്ടുള്ളൂ. മേ ബി ഞാനും ഇതൊരു 100 റൺ ചെയ്യാൻ ഇട്ടേക്കാം, 100 or 300 റൺ ചെയ്യാൻ ഇട്ടേക്കാം. ആൻഡ് ലെറ്റ്സ് സീ ഹൗ ദ മോഡൽ വർക്ക്സ്. ഓക്കെ, okay, so that's about the CNN concepts. മറ്റേത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻ്റെ മോഡൽ സീക്വൻസിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ടായിരുന്നു. സോ ഐ കറക്റ്റഡ് ദാറ്റ് ആൻഡ് ഐ ഷെയർ വിത്ത് യു. സോ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. Yeah, that's all for the day. And presentation, everything was really good. നിങ്ങൾ അതൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് ഷെയർ ചെയ്യുകയാണെങ്കിൽ മേ ബി ഒന്ന് പ്രോപ്പർലി ആയിട്ട് കമന്റ് ചെയ്ത് നോട്ട്ബുക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ ആഡ് ഇറ്റ് ടു ദ ഗിറ്റ് റെപ്പോസിറ്ററി ആൻഡ് ഷെയർ വിത്ത് യു ഓൾ. അന്ന് നമ്മൾ ലാസ്റ്റ് പ്രൊജക്ടിന്റെ ഞാൻ മെയിൽ ഷെയർ ചെയ്ത പോലെ ഞാനൊന്ന് സ്ട്രക്ചറൈസ് ചെയ്ത് ഷെയർ ചെയ്യാം. സോ എവരി വൺ ക്യാൻ യൂസ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, ഒന്ന് ഇൻഡിവിജ്വലി മെയിൽ അയച്ചാൽ ഞാൻ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ചയക്കാം. മേ ബി ബിഫോർ മൺഡേ, ഇന്നോ നാളെയോ സമയം കിട്ടുമ്പോൾ I will do that and I will share with you. Okay. So, അങ്ങനെയാണെങ്കിൽ let's conclude for the day. So thank you so much. Bye bye. So have a happy weekend.